जी जॉर्ज और पास्टर विल्सन रामचंद्र दोनों परमेश्वर के दासों का हम ताली बजाते हुए स्वागत करेंगे। Praise the Lord. Praise the Lord, sir. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കൂടെ ദൈവജനത്തോടുകൂടെ ആയിരിക്കാൻ ലഭിച്ചിരിക്കുന്ന അവസരത്തിനായിട്ട് കർത്താവിന് ഞങ്ങൾ നന്ദി പറയുക. परमेश्वर के जनों के साथ में एक और आशीषित मौका मिलने के लिए हम प्रभु को धन्यवाद देते हैं। ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില പാഠങ്ങളാണ്. इन दिनों में हम जिंदगी के बहुत ही खास सबक को सीख रहे हैं। ദൈവികമായ ഉപദേശങ്ങളിലേക്ക് നാം കടന്നു പോകുമ്പോൾ, നാം അത് അനുസരിക്കുമ്പോൾ നമ്മുടെ ആത്മീക ജീവിതം മാത്രമല്ല, നമ്മുടെ ഭൗതിക ജീവിതം തന്നെ മാറണം. परमेश्वर की शिक्षाओं को जब हम सुनते हैं और जब हम उन पर चलते हैं तो न सिर्फ हमारी आत्मिक जिंदगी बल्कि भौतिक जिंदगी में भी बदलाव आना चाहिए। നമ്മൾ എന്തെങ്കിലും മെഷീനറി വാങ്ങിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രിക് ഗാഡ്ജറ്റ്സ് വാങ്ങിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം ഒരു മാനുവൽ കിട്ടും. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന് കേടുവന്നാൽ റിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്. അതുപോലെ നമ്മുടെ മാനുഷിക ജീവിതത്തിന്റെ മാനുവലാണ് ദൈവത്തിന്റെ തിരുവചനം. जब भी हम कोई भी मशीन खरीदते हैं या कोई भी औजार उपकरण खरीदते हैं उसके साथ में छोटी सी एक किताब मिलती है जिसमें लिखा होता है इस औजार को, इस मशीन को कैसे इस्तेमाल करना है, इसमें कोई गड़बड़ी हो तो कैसे सुधार करना है। बिल्कुल उसी तरह से परमेश्वर का वचन हमारे जीवन जीने के लिए वो किताब जैसा है। സഹോദരങ്ങളെ, ഈ ലോകത്ത് നോക്കുമ്പോൾ കാണുന്ന ഈ പ്രശ്നങ്ങൾ, ഈ അരക്ഷിതാവസ്ഥ, ഈ അന്ധകാരത്തിന്റെ അനുഭവം, ഇതിന്റെയൊക്കെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ തിരുവചനം മനുഷ്യൻ അറിയാത്തതും അനുസരിക്കുവാൻ കഴിയാത്തതുമാണ്. भाइयों, जब हम इस दुनिया में देखते हैं, इस दुनिया में अव्यवस्था है, इस दुनिया में अंधकार है, इस दुनिया में परेशानियां मुसीबतें, उसका कारण ये है कि लोग परमेश्वर के वचन को जानते नहीं है और उसको मानते नहीं। ലോകത്തിലുള്ള മനുഷ്യൻ ഒരുപാട് കാര്യങ്ങളെ ഭയപ്പെടുന്നുണ്ട്. അവർ മരണത്തെ ഭയപ്പെടുന്നുണ്ട്, രോഗത്തെ ഭയപ്പെടുന്നുണ്ട്, മനുഷ്യരെ ഭയപ്പെടുന്നുണ്ട്, ശത്രുക്കളെ ഭയപ്പെടുന്നുണ്ട്, മൃഗങ്ങളെ ഭയപ്പെടുന്നുണ്ട്. പക്ഷെ അവർക്ക് ഭയപ്പെടാൻ കഴിയാത്തത് ദൈവത്തെ മാത്രമാണ്. दुनिया के लोग बहुत सी चीजों से डरते हैं, वो बीमारियों से डरते हैं, वो मौत से डरते हैं, वो जानवरों से डरते हैं, बहुत कुछ चीजों से वो डरते हैं, पर सिर्फ परमेश्वर का डर उनके अंदर नहीं आ पाता। സഹോദരങ്ങളെ, ദൈവത്തെ നാം ഭയപ്പെടുകയാണെങ്കിൽ ഈ ലോകത്തിലുള്ള യാതൊന്നിനെയും നമുക്ക് ഭയപ്പെടേണ്ടതായിട്ട് വരത്തില്ല. भाइयों, अगर हम परमेश्वर का भय मानेंगे तो इस दुनिया की किसी भी बात से, कुछ से भी हमें डरने की जरूरत नहीं पड़ेगी। നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ എന്തിനെ ഓർത്തെങ്കിലും ഭയപ്പെടുന്നെങ്കിൽ, ഭാവിയെ ഓർത്ത് ഭയപ്പെടുന്നെങ്കിൽ, അല്ലെങ്കിൽ രോഗത്തെ ഓർത്ത് ഭയപ്പെടുന്നെങ്കിൽ, മരണത്തെ ഓർത്ത് ഭയപ്പെടുന്നെങ്കിൽ, അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ വേണ്ടും വണ്ണം ദൈവത്തെ നിങ്ങൾ ഭയപ്പെടുന്നില്ല എന്നുള്ളതാ സത്യം. अगर आप में किसी के अंदर भी किसी भी तरह का डर, अगर आप भविष्य के बारे में डरते हैं, अगर आप बीमारी से डरते हैं, अगर आप मौत से डरते हैं, तो इसका मतलब ये है कि जितना परमेश्वर का डर आपके अंदर होना चाहिए वो असल में है नहीं। സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവ് ദൈവത്തിന്റെ വചനം അനുസരിക്കുവാനായി നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കും. കാരണം ദൈവത്തിന്റെ തിരുവചനം എന്ന് പറയുന്നത് നാം അനുസരിക്കുവാൻ തന്നിരിക്കുന്ന കൽപ്പനകളാണ്. परमेश्वर का भय मानने का सबूत ये है कि हम परमेश्वर के वचन पर चलेंगे, उसको मानेंगे, क्योंकि परमेश्वर ने जो वचन हमें दिया है वो उसकी आज्ञाएं हैं जिनको हमें मानना है। കഴിഞ്ഞ 2 ആഴ്ചകളിൽ നമ്മൾ പഠിച്ചത് മത്തായിയുടെ സുവിശേഷം 5:20 നിന്നാണ്. पिछले 2 हफ्तों में हमने मत्ती 5:20 से सीखा था। ആ വാക്യം ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. वो वचन इस तरह से है, मत्ती 5:20, मैं तुमसे कहता हूं कि यदि तुम्हारी धार्मिकता शास्त्रियों और फरीसियों की धार्मिकता से बढ़कर न हो तो तुम स्वर्ग के राज्य में कभी प्रवेश करने ना पाओगे। കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കേട്ടു പരീശന്മാരുടെ നീതി എന്താണ്. അവര് ന്യായപ്രമാണത്തെ ഭയപ്പെട്ടിരുന്നവരാണ്. ന്യായപ്രമാണം അനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം അവരുടെ അകത്തുള്ള നീതിയേക്കാൾ അധികം അവർ പുറത്തുള്ള നീതിക്ക് പ്രാധാന്യം കൊടുത്തവരാണ്. पिछले हफ्तों में हमने फरीसियों की धार्मिकता के बारे में सुना कि वो व्यवस्था को मानने वाले व्यक्ति थे। वो अंदर की धार्मिकता से बढ़कर बाहर की धार्मिकता, यानी दूसरों को दिखाने के लिए उनकी जिंदगी में धार्मिकता थी। അവരുടെ പ്രശ്നം എന്തായിരുന്നെന്ന് ചോദിച്ചാൽ ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം അവർ പ്രമാണങ്ങളെ സ്നേഹിക്കാനായിട്ട് പോയി. अगर आप उनकी समस्या क्या है ये पूछेंगे तो उनकी समस्या ये थी कि परमेश्वर
की बात को मानने से बढ़कर उन्होंने व्यवस्था की बात को माना। വലിയ വ്യത്യാസമുണ്ട് സഹോദരങ്ങളെ. ഇത് തമ്മില് വ്യവസ്ഥകളെ അല്ലെങ്കിൽ പ്രമാണങ്ങളെ നമ്മൾ മാനിക്കുന്നതും ദൈവത്തെ മാനിക്കുന്നതും രണ്ടും രണ്ടാ. इन दोनों में भाइयों बहुत बड़ा फर्क है। परमेश्वर को आदर देना और व्यवस्था का आदर करना, इन दोनों में बहुत बड़ा फर्क है। പ്രമാണങ്ങളെ നമ്മൾ മാനിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ പ്രമാണങ്ങളും അനുസരിച്ചിട്ട് നമ്മൾ അതിന് ടിക്ക് ചെയ്ത് ഇത് ഞാൻ അനുസരിക്കുന്നു, ഇത് ഞാൻ അനുസരിക്കുന്നു, ഇത് ഞാൻ അനുസരിക്കുന്നു എന്ന് പറയുന്നതാണ് പ്രമാണങ്ങളെ നമ്മൾ മാനിക്കുന്നത്. व्यवस्था को मानने का मतलब ये है कि हम एक एक व्यवस्था को, आज्ञा को पढ़ते हैं, हम कहते हैं हाँ इस पे निशान लगा दिया, ये मैं करता हूँ, अगले पे निशान, हाँ मैं इसको मानता हूँ, हाँ मैं इस पर चलता हूँ, यानी हम इस तरह से उस व्यवस्था को आदर देते हैं। എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അങ്ങനെയല്ല. ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിലാണ് മാറ്റം വരുന്നത്. കാരണം നമ്മുടെ ചിന്തകളിൽ പോലും നാം മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ ദൈവത്തിന്റെ വചനത്തിനെതിരെ നിൽക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വേദനയുണ്ടായി നമ്മുടെ മാനസാന്തരം ഹൃദയത്തിന്റെ അകത്ത് സംഭവിക്കും. पर परमेश्वर को आदर देने वाला व्यक्ति वो ऐसा नहीं होता है, क्योंकि हम अपनी सोच में भी एक व्यक्ति को चोट नहीं पहुंचा सकते हैं, दर्द नहीं पहुंचा सकते हैं। जब हमारे द्वारा जाने अनजाने ऐसा होता है तो हमारे अंदर एक चोट लगती है और हम मन फिराव की ओर आते हैं। वचन हमें मन फिराव की ओर लाता है। പഴയ നിയമത്തിലെ പരീശന്മാർക്ക് മാത്രമല്ല ഈ പ്രശ്നം. ഇന്ന് വന്ന് പുതിയ നിയമത്തിലെ ദൈവമക്കൾ എന്ന് പറയുന്നവർക്ക് അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറയുന്നവരുടെ ജീവിതത്തിലും ഈ പ്രശ്നമുണ്ട്. ये समस्या सिर्फ पुराने नियम के फरीसियों की जिंदगी में नहीं थी, बल्कि आज के फरीसी जो खुद को परमेश्वर की संतान, परमेश्वर के बच्चे कहते हैं, उनकी जिंदगी में भी ये समस्या है। നമ്മൾ പുറത്ത് കൽപ്പനകളൊക്കെ അനുസരിക്കുന്നതായിട്ട് ഭാവിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു മാറ്റവുമില്ല. हम बाहर से ये दिखाते तो हैं कि हम आज्ञाओं को मान रहे हैं, व्यवस्था को मान रहे हैं, पर हमारे अंदर कोई बदलाव नहीं आ रहा है। നമ്മൾ പറയുന്നുണ്ട് ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുവെന്ന്, എന്നാൽ സ്വന്തം സഹോദരങ്ങളെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നില്ല. हम कहते हैं कि हम परमेश्वर से प्रेम करते हैं, पर अपने खुद के भाइयों से हम प्रेम नहीं कर पा रहे हैं। ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഏതറ്റം വരെയും പോകും, ഏത് മലകളും കയറും, ഏത് ക്ഷേത്രത്തിന്റെ മുമ്പിലോ അല്ലെങ്കിൽ പള്ളികളുടെ മുമ്പിലോ കടന്ന് ഉരുളും. അത് മാത്രമല്ല, പെന്തിക്കോസ് വിശ്വാസികളായ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 21 ദിവസമല്ല 42 ദിവസം വരെ ഉപവസിക്കും. അതൊക്കെ നമ്മൾ ചെയ്യും. परमेश्वर को प्रसन्न करने के लिए हम किसी भी हद तक जा सकते हैं, किसी भी पहाड़ पर चढ़ जाते हैं, किसी भी मंदिर के सामने, गिरजाघर के सामने अगर लुढ़कने को बोलो तो हम लुढ़क सकते हैं। और पेंटेकोस्ट विश्वासियों की अगर बात करें तो हम 21 दिन छोड़ो, हम 42 दिन भी उपवास रख सकते हैं। ये सब तो हम कर सकते हैं। എന്നാൽ ഒരേ മേൽക്കൂരയ്ക്ക് കീഴെ താമസിക്കുന്ന സഹജീവികളെ, സഹോദരന്മാരെന്ന് പറയുന്നവരെ, ഭാര്യ ആയിക്കൊള്ളട്ടെ, ഭർത്താവായിക്കൊള്ളട്ടെ, മക്കളായിക്കൊള്ളട്ടെ, അപ്പനായിക്കൊള്ളട്ടെ, അമ്മയായിക്കൊള്ളട്ടെ, മറ്റാരെങ്കിലും ആയിക്കൊള്ളട്ടെ, ഹൃദയം തുറന്ന് അവരെ ഒന്ന് സ്നേഹിക്കുവാനോ അവരെ കരുതുവാനോ ഈ പറയുന്നവർക്ക് കഴിയുന്നില്ല. पर जो लोग ऐसा कहते हैं, उन लोगों की दिक्कत ये है कि एक ही छत के नीचे रहने वाले बाकी लोग, वो चाहे माँ बाप हो, चाहे भाई बहन हो, चाहे पति पत्नी हो, या जो सगे संबंधी जो एक छत के नीचे रहते हैं, उनसे हम दिल खोलकर उनसे प्रेम नहीं कर पाते हैं, उनकी देखभाल नहीं कर पाते हैं। ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രമാണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, പുറത്തുള്ളത് ചെയ്യുന്നു, പക്ഷേ അകം മാറുവാൻ തക്കവണ്ണം നാം അനുവദിക്കുന്നില്ല. ये हमें क्या दिखा रहा है? ये दिखा रहा है कि हम व्यवस्था को तो मान रहे हैं, पूरा कर रहे हैं, बाहर से उसको पूरा कर रहे हैं, और हमारे अंदर बदलाव लाने की इजाजत हम उसको नहीं दे रहे। അങ്ങനെയുള്ള നമ്മളോടാണ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ നീതി പരീശന്മാരുടെ നീതിയെ കവിയണം. കാരണം അവര് പുറത്തുള്ളതിന് പ്രാധാന്യം കൊടുക്കുന്നു, കിണ്ടുകിണ്ടങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, പക്ഷെ അകം ഏറ്റവും മോശമായിരുന്നാലും അവര് വിഷയമാകുന്നില്ല, കാരണം അത് ആരും കാണുന്നില്ലല്ലോ. പക്ഷെ നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്. നിങ്ങൾ അകം വെടിപ്പാക്കുവാൻ തക്കവണ്ണം ഉത്സാഹമുള്ളവരായിരിക്കണം. പിന്നെ പുറത്തെ വെടിപ്പ് തന്നെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. ऐसे लोगों से, हम जैसों से प्रभु ये कहता है, तुम्हारी धार्मिकता शास्त्रियों और फरीसियों की धार्मिकता से बढ़कर होनी चाहिए, क्योंकि वो बर्तन और कटोरे को बाहर से मांजते हैं, क्योंकि उनको पता है अंदर जो गंदगी है वो दूसरों को नजर नहीं आएगी। लेकिन परमेश्वर चाहता है कि तुम्हें ऐसे नहीं बनना है, हमें ऐसे नहीं बनना है, हमें अंदर से खुद को साफ करने के लिए उत्साहित होना है, जोशीला बनना है।
ഇനി മുന്നോട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് കർത്താവ് പഠിപ്പിക്കുകയാണ് ഈ നീതിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം. പരീശന്മാർ അല്ലെങ്കിൽ പഴയ നിയമത്തിന് കീഴ്പ്പെട്ടിരുന്നവര് ചെയ്തത് എന്താണ്, അവർ ചെയ്യുവാൻ ആഗ്രഹിച്ചത് എന്താണ്, എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവരുടെ നീതിയെ കവിയുന്ന ഒരു നീതിയിൽ നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണ്, അതാണ് ഇനി മുന്നോട്ടുള്ള അധ്യായങ്ങൾ 7-ാം അധ്യായത്തിന്റെ അവസാനം വരെയും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. अब आगे के अध्याय में 7वें अध्याय के अंत तक जो हम सीखने जा रहे हैं, देखने जा रहे हैं, वो ये कि इस धार्मिकता में फर्क क्या है। जो पुराने समय में जो लोग थे वो किस तरह की धार्मिकता के लिए कार्य कर रहे थे, वो क्या करना चाहते थे, और आज जो मसीह में हैं वो क्या चाहते हैं, किस तरह से कर रहे हैं, किस तरह से उनकी धार्मिकता उन पुराने लोगों की धार्मिकता से बढ़कर होनी चाहिए, उसके बारे में इन आगे के वचनों में हम देखने जा रहे हैं। ഈ 5-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടത് 9 ആറ്റിറ്റ്യൂഡിനെ കുറിച്ച്, ബി ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് കണ്ടു. ഇനി നമ്മൾ മുന്നോട്ട് പഠിക്കുവാൻ പോകുന്നത് 9 റോങ് ആറ്റിറ്റ്യൂഡ്സിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്ത് ഗുഡ് ആറ്റിറ്റ്യൂഡ്സ് ആയിട്ട് മാറ്റാമെന്നാണ്. 5वें अध्याय के शुरुआती वचनों में हमने 9 धन्य वचनों को देखा था। अब हम आगे ये देखने जा रहे हैं कि कैसे हम 9 गलत नजरियों को कैसे अच्छा नजरिया बना सकते हैं। ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ വായിക്കുവാൻ പോകുന്ന 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം മുതൽ 7-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം വരെ ഈ വിഷയങ്ങളായിരിക്കും നമ്മൾ മുന്നോട്ട് പഠിക്കാൻ പോകുന്നത്. 5 का 21 से लेकर 7वें अध्याय के 29वें वचन तक इन्हीं विषयों के बारे में हम सीखने जा रहे हैं। അത് ഒരുപക്ഷെ ചില ആഴ്ചകൾ എടുത്തെന്നിരിക്കാം. और हो सकता है उसमें कुछ हफ्ते लग जाएं। സഹോദരങ്ങളെ കേൾക്കണമേ, പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ദൈവമക്കൾ എന്ന് പറയുന്നവര് അക്ഷരത്തിന്റെ പിന്നാലെ പോകുമ്പോൾ, പുതിയ നിയമത്തിലെ ദൈവമക്കൾ അക്ഷരത്തിന്റെ പിന്നാലെ പോകുന്നതിനപ്പുറമായി ആത്മാവിന്റെ പിന്നാലെ പോകേണ്ടിയിരിക്കുന്നു. पुराने नियम में परमेश्वर की संतान जब शब्द के पीछे चलते थे, शब्द के अनुसार चलते थे, नए नियम के परमेश्वर के जनों के लिए जरूरी है कि वो शब्द से बढ़कर आत्मा के अनुसार चले। ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവും. जब हम इन वचनों को पढ़ेंगे तो इन दोनों का फर्क हमें समझ में आ जाएगा। 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 21वें वचन में लिखा है, तुम सुन चुके हो कि पूर्व काल के लोगों से कहा गया था कि हत्या न करना, और जो कोई हत्या करेगा वह कचहरी में दंड के योग्य होगा। പഴയ നിയമത്തിലെ കൽപ്പനകളിൽ ഒന്നായിരുന്നു മറ്റൊരാളെ കൊല്ലരുത്. മറ്റൊരാളെ കൊന്നു കഴിഞ്ഞാൽ അതിന് ഒത്തിരി നിയമങ്ങളും പ്രമാണങ്ങളും ഒക്കെ നമുക്ക് ലേവ്യ പുസ്തകത്തിൽ വായിക്കുവാനായിട്ട് കഴിയും. മറ്റൊരാളെ കൊന്നു കഴിഞ്ഞാൽ നമ്മൾ ശിക്ഷാവിധിക്ക് യോഗ്യനായി തീരും എന്ന് പഴയ പൂർവന്മാരോടെന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്നാണ് അതിന്റെ അർത്ഥം. पुराने नियम में की एक जो दी गई आज्ञाओं में से एक आज्ञा थी कि हत्या न करना। अगर कोई हत्या करता है तो उसके लिए बहुत सारे कायदे कानून थे, व्यवस्था थी, और ये कहा गया है कि पूर्व काल के लोग यानी पुराने नियम के अधीन पुरानी व्यवस्था में जो लोग जी रहे थे उनसे कहा गया था कि हत्या न करना। അപ്പോൾ പഴയ നിയമത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്രയും നോക്കിയാൽ മതി, ഞാൻ ഇതുവരെ ആരെയും കൊന്നില്ലല്ലോ എന്ന് മാത്രം നോക്കിയാൽ മതി. पुराने नियम में जीने वाले व्यक्ति को सिर्फ इतना ध्यान रखना है कि मैंने अभी तक किसी का कत्ल नहीं किया है, हत्या नहीं की है। പുതിയ നിയമ കാലഘട്ടത്തിൽ പഴയ നിയമത്തിന്റെ പ്രമാണങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളും അതാ പറയുന്നത്, ഞാൻ ആരെയും ഇതുവരെ കൊന്നിട്ടില്ലല്ലോ എന്നാ അവരും പറയുന്നത്. नए नियम में भी पुराने नियम की व्यवस्था को पकड़े हुए परमेश्वर के बच्चे ये कहते हैं, मैंने तो किसी को मारा तो नहीं, अभी तक किसी की हत्या तो नहीं की। അടുത്ത വാക്യം ഒന്ന് വായിച്ച് 22-ാമത്തെ വാക്യത്തിൽ പഴയ നിയമത്തിന്റെ നീതിയായിരുന്നു ആരെയും കൊല്ലരുതെന്ന്. ആ നീതിയെ കവിയുന്ന നീതി പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അത് എന്താണ് എഴുതിയിരിക്കുന്നത്? ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. पुराने नियम की धार्मिकता थी कि किसी की हत्या नहीं करनी है, पर नए नियम में उस पुराने नियम की धार्मिकता से बढ़कर जो धार्मिकता है वो कैसी है, वो 22वें वचन में लिखा है, परंतु मैं तुमसे यह कहता हूं कि जो कोई अपने भाई पर क्रोध करेगा वह कचहरी में दंड के योग्य होगा, और जो कोई अपने भाई को निकम्मा कहेगा वह महासभा में दंड के योग्य होगा, और जो कोई कहे अरे मूर्ख वह नरक की आग के दंड के योग्य होगा।
സഹോദര സഹോദരി, ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. പഴയ നിയമത്തിൽ ആരെയെങ്കിലും ഒരാളെ കൊന്നാൽ മാത്രമേ ദൈവത്തിന്റെ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമായിരുന്നുള്ളൂ, നിത്യനരകത്തിൽ വീഴുമെന്നുള്ള ഭയമുണ്ടാകുമായിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ വചനം പറയുന്നു, ഒരു സഹോദരനെ കർത്താവ് നമ്മുടെ അടുത്താക്കിയിരിക്കുന്ന ഒരു സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാൽ നീ എന്നെക്കാട്ടി കുറവുള്ളവനാന്ന് പറയുക. കാരണം നിനക്ക് എൻ്റെ അടുത്തിരിക്കാനുള്ള യോഗ്യതയില്ലെന്ന് പറയുക. എന്ന് പറഞ്ഞാൽ പുച്ഛത്തോടെ ഒരു സഹോദരനെ നമ്മൾ നോക്കുക. ഇവിടെ പറയുന്നു അങ്ങനെയുള്ള വ്യക്തി ദൈവത്തിന്റെ ന്യായാധിപ സംഘത്തിന്റെ മുമ്പേ നിൽക്കേണ്ടി വരുമെന്ന്. परमेश्वर का वचन पुराने नियम के अनुसार उन लोगों के लिए ये था कि अगर कोई हत्या करता था, केवल तभी उसको महासभा के सामने खड़ा होना पड़ता था, केवल तभी उसको अनंत नरक के बारे में डरने की जरूरत थी। पर यहाँ पर परमेश्वर का वचन नए नियम में कह रहा है कि यदि हम अपने भाई को, जिस भाई को परमेश्वर ने हमारे आसपास रखा है, हमारे साथ रखा है, अगर हम उसे निकम्मा कहते हैं, यानी हम अपने से कमतर उसको मानते हैं, अगर हम उसको तुच्छ जानते हैं, तो इसका मतलब वचन कहता है हम महासभा में दंड के योग्य होंगे। സഹോദരന്മാരെന്ന് ഇവിടെ വചനത്തിൽ പറയുമ്പോൾ എപ്പോഴും ഓർക്കണമേ, ക്രിസ്തുവിലുള്ള സഹോദരന്മാരെന്നാണ് അതിന്റെ അർത്ഥം. ദൈവസഭയ്ക്കകത്ത് നാം കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നതുപോലെ കർത്താവിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ട് കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് ദൈവസഭയുടെ ഭാഗമായിരിക്കുന്നവരെയാണ് ഈ സഹോദരന്മാരെന്ന് ദൈവവചനത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. परमेश्वर के वचन में जहां जहां भाई भाई लिखा है, वो इस बात को दिखाता है जो कलीसिया में हमारे भाई हैं, जो कोई मसीह के लहू से धुलकर परमेश्वर प्रभु यीशु मसीह पर विश्वास करके कलीसिया का अंग बनता है, वो आपस में भाई है। उन भाइयों के बारे में इस वचन में बार बार लिखा गया है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ആദ്യം ദൈവസഭയ്ക്കകത്ത് ഈ പ്രവൃത്തി തുടങ്ങണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്വഭാവം അങ്ങനെയായി തീരുമ്പോൾ, നമ്മുടെ ഹാബിറ്റ് അങ്ങനെയായി തീരുമ്പോൾ നാം സഭയ്ക്ക് പുറത്തുള്ളവരോടും ആ കരുണയോട് ഇടപെടുവാനായിട്ട് തുടങ്ങും. मेरे भाइयों, इसका मतलब ये है कि ये काम पहले कलीसिया के अंदर शुरू होना चाहिए, और इसका कारण ये है कि जब हम कलीसिया के अंदर इस तरह से बर्ताव करने लगेंगे, तो उसके बाद हम कलीसिया के बाहर वालों के साथ में भी उसी दया के साथ बर्ताव करने लगेंगे। നമ്മൾ ആരെ നിസ്സാര എന്ന് വിളിക്കുന്നതും മൂഢ എന്ന് വിളിക്കുന്നതും നമുക്ക് സ്നേഹം കൂടുമ്പോഴാണോ വിളിക്കുന്നത്? നമ്മൾ സ്വയം ചിന്തിച്ചിട്ടുണ്ടോ അത്? क्या आपने कभी ये सोचा है कि जब दूसरे के प्रति हमारा प्रेम बढ़ता है, तब हम किसी को मूर्ख और निकम्मा कहते हैं? നമുക്ക് സ്നേഹം വരുമ്പോഴല്ല നമ്മളൊരു മറ്റൊരാളെ പുച്ഛിക്കുന്നത്, ഒരാളെ നിന്ദിക്കുന്നത്. നമുക്ക് കോപം വരുമ്പോഴാണ്. जब हमारे अंदर प्रेम उमड़ता है, तब हम किसी को निकम्मा नहीं कहते हैं, तब हम किसी की निंदा नहीं करते हैं। ये सब कब करते हैं? जब हमें गुस्सा आता है। അതാ 22-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. और यही 22वें वचन की शुरुआत में लिखा है, परंतु मैं तुमसे यह कहता हूं कि जो कोई अपने भाई पर क्रोध करेगा वह कचहरी में दंड के योग्य होगा। അപ്പൊ കർത്താവ് പറഞ്ഞ വചനത്തിന്റെ നിവർത്തി ഇങ്ങനെയാണ്: പഴയ നിയമത്തിൽ കൊല ചെയ്യുന്നവൻ അതിന് ഈക്വലാണ് പുതിയ നിയമത്തിൽ കോപിക്കുന്നവൻ. तो प्रभु के वचन की पूर्णता इस अर्थ में है कि पुराने नियम में जो हत्या करता है उसके बराबर है इस नियम के अनुसार क्रोध करने वाला। അതിന്റെ കണക്ഷൻ എന്താണെന്നറിയാമോ സഹോദരങ്ങളെ? കോപം അകത്ത് നിറഞ്ഞ് കവിയുമ്പോഴാണ് അത് കൊലയായിട്ട് മാറുന്നത്. इसका आपस में संपर्क क्या है भाइयों? जब गुस्सा अंदर इस हद तक बढ़ जाता है कि वो नियंत्रण के बाहर हो जाए, तब वो हत्या की ओर ले जाता है। അപ്പൊ അകത്ത് ആ കോപം ഇല്ലാതെ വന്നിരുന്നെങ്കിൽ കൊലപാതകം ഒരിക്കലും സംഭവിക്കത്തില്ല. यानी इसका मतलब अगर अंदर वो गुस्सा नहीं होता तो वो हत्या कभी नहीं होती। അതാണ് നമ്മൾ ആദ്യം കേട്ടത്. പഴയ നിയമം പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പുതിയ നിയമം അകത്ത് വരുന്ന മാറ്റത്തെ കുറിച്ചാണ് പറയുന്നത്. यही बात हमने शुरू में देखी कि पुराना नियम जब बाहर की बातों के बारे में बात करता है, नया नियम अंदर की शुद्धता, अंदर की सफाई के बारे में बात करता है। നമ്മളിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കോപിക്കുന്നവർ നരകത്തിൽ എത്തുമെന്നുള്ളത്? हमें से कितने लोगों को यह विश्वास है कि गुस्सा करने वाले सीधे नरक में जाएंगे? ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്യം നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കും സഹോദരങ്ങളെ. ഇത് മനുഷ്യൻ പറഞ്ഞ വാക്യമല്ല. നമ്മളെ നിത്യ നരകത്തിൽ അയക്കുവാൻ തക്കവണ്ണം അധികാരമുള്ള ന്യായാധിപതിയുടെ വായിൽ നിന്ന് വന്ന വാക്കാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാൽ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും. भाइयों, इस वचन को ध्यान से सुनिएगा, किसी इंसान के वचन नहीं है। हमें
उस न्यायासन के सामने हमारा न्याय करके दंड देने की ताकत रखने वाले उस राजाधिराज के, उस न्याय करने की ताकत रखने वाले के वचन है, जो ये कहता है कि जो कोई अपने भाई को निकम्मा कहेगा वह महासभा में दंड के योग्य होगा, और जो कोई कहे अरे मूर्ख वह नरक की आग के दंड के योग्य होगा। കഴിഞ്ഞ നാളുകളിൽ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ മെസ്സേജ് പറയുമ്പോൾ ഇരിക്കുമ്പോൾ ഭയമാണ് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വരുന്നത്, പേടിയാണ് ഹൃദയത്തിലേക്ക് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സഹോദര സഹോദരി, ഞാൻ നിങ്ങളെ ആരെയും പേടിപ്പിക്കുവാൻ എൻ്റെ വായിൽ നിന്ന് ഒരു വാക്കുപോലും പറയുന്നില്ല. कई बार मुझे ये सुनने को मिलता है कि जब मैं प्रचार करता हूँ, संदेश देता हूँ, तो कई लोगों को सुनकर डर लगता है, भय उनके अंदर आता है। भाइयों और बहनों, मैं आपको डराने के लिए या भयभीत करने के लिए अपनी ओर से कुछ नहीं बोल रहा हूँ। ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ, ചില വാക്യങ്ങളുടെ അടുക്കലേക്ക് മൈക്രോസ്കോപ്പ് കൊണ്ടുവന്ന് വെച്ചിട്ട് നിങ്ങൾ അതൊന്ന് വലുതാക്കി കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. मैं तो बस सिर्फ इतना कर रहा हूं कि जिन वचनों पर आपने कभी ध्यान नहीं दिया है, कभी ध्यान से उनको पढ़ा नहीं है, उन वचनों को, उनके ऊपर मैं माइक्रोस्कोप को लाकर आपकी आंखों के सामने उनको थोड़ा सा बड़ा करके दिखा रहा हूं बस। കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങളും വചനങ്ങളുമാണ് പലപ്പോഴും നമ്മൾ കാണാതിരിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. क्योंकि दिक्कत ये है कि बहुत बार जो वचन सबसे खास होते हैं, सबसे प्रमुख होते हैं, उन वचनों को हम देखने से बचने की कोशिश करते हैं। നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ജീവിതകാലം മുഴുവനും 90 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു വ്യക്തി ഈ മരിക്കുന്ന ദിവസം വരെയും സ്വർഗത്തിൽ പോകുന്നു എന്ന് പറഞ്ഞ് സന്തോഷിച്ച് ജീവിച്ചിട്ട് മരിക്കുന്ന സമയത്ത് നിത്യ നരകത്തിലാണ് ചെന്ന് വീഴുന്നതെങ്കിൽ എത്ര ഭയാനകമായ ഒരു അനുഭവമായിരിക്കും സഹോദര അത്. आप सोच कर देखिए, 90 साल की उम्र तक जीने वाला एक व्यक्ति अपने उन 90 साल के दौरान इस खुशी में जीता है कि वो स्वर्ग में जाएगा, स्वर्ग में जाएगा, पर अंत में जब वो मर कर जाता है, तो अगर वो अनंत नरक की ओर जाए, तो मेरे भाई वो कितना बड़ा दुर्भाग्य होगा। നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, UK പോകുവാൻ ടിക്കറ്റ് എടുത്ത ഒരു വ്യക്തി ഫ്ലൈറ്റിനകത്ത് കയറി ചെന്നിറങ്ങുന്നത് അമേരിക്കയിലാണെങ്കിലുള്ള അബദ്ധം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എങ്ങനെയായിരിക്കുമെന്ന്. आप सोचकर देखिए कि यूके, इंग्लैंड में जाने की टिकट लेकर फ्लाइट में चढ़ने वाला व्यक्ति अगर अमेरिका पहुंच जाए तो उसकी हालत कैसी होगी। ആ അനുഭവത്തിൽ നമുക്ക് പറയാം, തിരിച്ചൊരു ടിക്കറ്റ് എടുത്തിട്ട് തിരിച്ച് ഇന്ത്യയിൽ വരാം, അല്ലെങ്കിൽ തിരിച്ച് UK പോകാമെന്ന് പറയാം. പക്ഷേ നിത്യനരകത്തിൽ ഒരു വ്യക്തി എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് മടങ്ങി ഈ ഭൂമിയിലേക്ക് വന്നിട്ട് തിരിച്ച് സ്വർഗത്തിൽ പോവുക, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് സ്വർഗത്തിൽ പോവുക എന്ന് പറയുന്നത് അസംഭവ്യമാണ്. इस मामले में तो कम से कम हम इतना कह सकते हैं कि वो आदमी वापसी की टिकट लेके या तो इंग्लैंड में जा सकता है या फिर वहां से भारत में वापस आ सकता है, पर जो आदमी अनंत नरक में एक बार पहुंच गया, वो ना तो वहां से धरती पर आ सकता है, ना वो नरक से कभी स्वर्ग में जा सकता है। അപ്പോൾ എത്ര അനുഗ്രഹമാണ് സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ യഥാർത്ഥ അവസ്ഥകൾ അറിഞ്ഞ് നമുക്ക് മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം, നമ്മുടെ വാക്കുകൾ വഴികൾ മാറ്റുവാൻ തക്കവണ്ണം ദൈവം ഒരു അവസരം കൂടെ തരുന്നെങ്കിൽ എത്ര അനുഗ്രഹിക്കപ്പെട്ട സമയമാണത്. कितनी आशीष की बात है हमारे लिए भाइयों और बहनों की, जब हम इस दुनिया में जी रहे हैं, उस समय हमारी बोली को बदलने के लिए, हमारे चाल चलन को बदलने के लिए, हमारी जिंदगी में बदलाव लाने के लिए परमेश्वर ने ये वचन हमें दिए हैं कि हम उनसे अपनी जिंदगी को बदल सकें। ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കോപിക്കാത്തവരായിട്ടുണ്ടോ? കോപമുള്ളിൽ വരാത്തവരായിട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ऐसा कोई भी यहाँ पर बैठा है जिसको, जो गुस्सा नहीं करता है, जिसके अंदर कभी गुस्सा नहीं आता है? അഥവാ അങ്ങനെ ഉള്ളവർ ആരെങ്കിലും ഇതിന്റെ മധ്യത്തിൽ എന്നെ കേൾക്കുന്ന അങ്ങനത്തെ പരിശുദ്ധന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ മെസ്സേജ് ബോറടിക്കും. अगर ऐसा कोई अति पवित्र है जो मेरी बात को सुन रहा है, तो आज का संदेश सुनकर आप बोर हो जाएंगे। നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കോപിക്കുന്ന സമയത്ത് പറയാറുണ്ട്, ഓ എന്റെ കുഴപ്പമല്ല, എന്റെ അപ്പൻ കോപിക്കുന്നയാളായിരുന്നു, എന്റെ വല്യപ്പൻ കോപിക്കുന്നയാളായിരുന്നു, അതുകൊണ്ട് ഞാനും കോപിക്കുന്നയാളാണ്. हम में से कई लोग कई बार गुस्सा जब करते हैं तो हम ये कहते हैं कि नहीं, ये मेरी दिक्कत नहीं है, ये मेरे पिता की दिक्कत है जो गुस्सैल थे, ये मेरे दादा की दिक्कत है जो गुस्सैल थे। അപ്പൊ ഞാൻ ഈ വചനം ആ പറയുന്ന വാക്കിനകത്തോട്ട് കേട്ടിട്ടൊന്ന് ഞാൻ പറയാൻ പോവുകയാണ്. അതെങ്ങനെയാ ഞാൻ പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? എന്റെ വല്യപ്പൻ ഒത്തിരി പേരെ കൊല്ലുന്ന ആളായിരുന്നു, എന്റെ അപ്പൻ ഒത്തിരി പേരെ കൊല്ലുന്ന ആളായിരുന്നു, ഞാനും അത്രയൊന്നും പേരെ കൊല്ലുന്നില്ല, കുറച്ചു പേരെ മാത്രമേ കൊല്ലുന്നുള്ളൂ. तो मैं इस वचन को उससे जोड़कर आपको बताने जा रहा हूं, तो ध्यान से सुनिएगा। इस वचन के आधार पर आप क्या कह रहे हैं? मेरे दादा ने कईयों की हत्या की है, मेरे पिता ने कईयों की हत्या की है, और मैं उतना तो नहीं कर रहा, पर कुछ लोगों की हत्या तो मैं भी कर रहा हूं।
സഹോദര സഹോദരി, ഗൗരവത്തോടെ ഈ വചനത്തെ എടുക്കുവാൻ തക്കവണ്ണം ഇത് പര്യാപ്തമല്ലേ? भाई और बहनों, इस वचन को उसकी गंभीरता में लेने के लिए क्या इतना ही काफी नहीं है? നമ്മൾ പറയും മാനസാന്തരപ്പെടാത്തവർ നരകത്തിലെത്തുമെന്ന്, അതുപോലെ സ്നാനപ്പെടാത്തവർ നരകത്തിലെത്തുമെന്ന്, അല്ലെങ്കിൽ ദൈവവചനം അനുസരിക്കാത്തവർ നരകത്തിലെത്തുമെന്ന് പറയുമ്പോൾ നമ്മളിൽ എത്ര പേര് ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, നിങ്ങൾ പോലും എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ കോപിക്കുന്നവൻ നരകത്തിലെത്തുമെന്ന് ദൈവം പറഞ്ഞ വാക്ക് നമ്മളിൽ എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? हम लोग कितनी बार ये कहते हैं कि जो मन नहीं फिराता है वो नरक में जाएगा, जो उद्धार नहीं पाता वो नरक में जाएगा, जो वचन पर नहीं चलता है वो नरक में जाएगा। पर आप में से कितने लोगों ने, परमेश्वर के दासों और दासियों, आपने भी कितनों ने ये कभी सोचा है कि जो यहाँ पर लिखा हुआ है कि जो अपने भाई को निकम्मा कहता है या फिर गुस्सा करता है वो अनंत नरक में जाएगा? കേരളത്തിൽ നിന്ന് മൈലുകളോളം യാത്ര ചെയ്ത് കുടുംബത്തെ വിട്ടിട്ട്, അപ്പനെ അമ്മയും വിട്ട്, സഹോദരങ്ങളെ വിട്ടിട്ട്, സുവിശേഷത്തിന്റെ ഭാരവും ഏറി കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് രാജസ്ഥാനിലും മറ്റു പല സ്റ്റേറ്റുകളിലും നോർത്ത് ഇന്ത്യയിലൊക്കെ വന്ന് കഷ്ടത അനുഭവിക്കുന്ന ദൈവദാസ, ദൈവദാസി, നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം സുവിശേഷം അറിയാത്തവരോട് സുവിശേഷം പറഞ്ഞ് ഈ നീതിയുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്ന് നിത്യനരകത്തിന്റെ അനുഭവത്തിൽ നിന്ന് അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കണമെന്നുള്ളത് തന്നെയല്ലേ? दक्षिणी भारत से कई हजारों मील की दूरी की यात्रा करके अपने घर बार को छोड़कर, परिवारजनों को, रिश्तेदारों को छोड़कर, अपना कामकाज तक छोड़कर, कोई राजस्थान के या उत्तरी भारत की अलग अलग जगहों पर आकर कष्ट उठाकर, परेशानी झेलकर, मुसीबतों के बीच में सेवकाई के लिए जब आप निकले हैं, तो क्या आपकी इच्छा ये नहीं है कि आपके सुसमाचार को सुनकर आपके द्वारा लोग उद्धार को पाए और वो अनंत जीवन की ओर जाने वाले बनने पाए? ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ അങ്ങനെ കടന്നു വന്ന ദൈവദാസന്മാർ പലരും എന്നെ കേൾക്കുന്നുണ്ട്. ഞാനൊരു ചെറിയ ചോദ്യം നിങ്ങളോട് ചോദിക്കുമ്പോൾ അതിൽ നിന്ന് അതിന്റെ സീരിയസ്നെസ്, അതിന്റെ ഗൗരവം മറ്റുള്ളവർക്ക് മനസ്സിലാകും. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാ: നിങ്ങളുടെ ജീവിതത്തിൽ കോപമുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കോപിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഈ വചനപ്രകാരം മറ്റുള്ളവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം വന്ന നിങ്ങൾ തന്നെ നരകത്തിലേക്കല്ലേ എത്തുന്നത്? ऐसे उत्तरी भारत में आए हुए बहुत से दास लोग मेरी बात को सुन रहे हैं, तो मैं उनसे एक छोटा सा सवाल पूछ रहा हूं। जब उनसे पूछूंगा तो उसकी गंभीरता का एहसास बाकी लोगों को भी होगा। तो मेरा सवाल ये है, जब आप दूसरों को स्वर्ग में ले जाने के लिए आए हैं, पर अगर आपकी खुद की जिंदगी के अंदर गुस्सा है, क्रोध है, और आप इस वचन के अनुसार नरक में जाने वाले हैं, तो फिर आपके द्वारा दूसरे लोग वो स्वर्ग में कैसे जाएंगे, या फिर आपका क्या होगा? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇത് കണ്ടംനേഷന്റെ മെസ്സേജ് അല്ല. ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് ഒന്ന് മാത്രമാണ്: നീ കോപിക്കുന്നെങ്കിൽ ആ കോപത്തെ ഗൗരവത്തോടെ എടുക്കുക. കൊലപാതകത്തിന് തുല്യമായി തന്നെ നീ അതിനെ കാണുക. मेरे भाई और बहनों, ये दोषी ठहराने वाला संदेश नहीं है, पर वचन के आधार पर मुझे और आपको ये देखना है कि इसको हम इसकी गंभीरता से लें कि क्रोध करना उसको हम हत्या के समान, कत्ल के समान ही हम समझें। കഴിഞ്ഞ എന്നെ പോലെ കോപിക്കുന്ന ഒരു വ്യക്തി ഇല്ലായിരുന്നു. എനിക്ക് എല്ലാത്തിനും കോപമായിരുന്നു. ഞാൻ വീട്ടിൽ കോപിക്കുന്നയാളായിരുന്നു, ഓഫീസിൽ കോപിക്കുന്നയാളായിരുന്നു, എൻ്റെ സബോർഡിനേറ്റ്സ്, എൻ്റെ കീഴെ ജോലി ചെയ്യുന്നവരോട് കോപിക്കുന്നയാളായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഇഷ്ടമില്ലാത്തത് വന്നു കഴിഞ്ഞാൽ എൻ്റെ മുഖത്തത് പ്രതിഫലിക്കും. മഹാകോപത്തിന് കീഴ്പ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ഈ വചനമുണ്ടല്ലോ, കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ ഹൃദയത്തെ കീറി മുറിച്ചു. ഞാൻ ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു. ഞാൻ ഉപവസിച്ചിട്ടുണ്ട് എൻ്റെ കോപം മാറുന്നതിന് വേണ്ടി. मेरे जितना गुस्सा करने वाला शायद और कोई नहीं होगा। मैं घर पे गुस्सा करता था, ऑफिस में गुस्सा करता था, छोटी छोटी बात पे मैं गुस्सा करता था, अपने अधिकारियों पर गुस्सा, अपने नीचे काम करने वालों पर गुस्सा। हर बात में जो चीज मुझे पसंद नहीं आती थी, मेरे चेहरे पर नजर आने लगता था कि मुझे गुस्सा आता है। पर कुछ साल पहले इस वचन ने मुझे, मेरे दिल को चीर दिया। मैं प्रभु के सामने रोया। मैंने इस बात के लिए उपवास भी रखा कि प्रभु मेरे गुस्से को मेरे अंदर से निकाल। റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ മുന്നേ പോകുന്നയാൾ ഇച്ചിരി സ്പീഡ് കുറച്ചു കഴിഞ്ഞാൽ നീട്ടി ഓൺ അടിക്കുക എന്നുള്ളത് എൻ്റെ സ്വഭാവമായിരുന്നു. അവരാരെങ്കിലും വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വണ്ടി തുറന്നിട്ട് വെളിയിൽ ഇറങ്ങി വന്ന് അവരോട് വഴക്കുണ്ടാക്കുക എൻ്റെ സ്വഭാവമായിരുന്നു. എല്ലാത്തിലും കോപം മാത്രം മുന്നിൽ നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എൻ്റെ കർത്താവിന്റെ വചനം എൻ്റെ കണ്ണിന്റെ മുമ്പിൽ പെടുന്നത് വരെ. किसी गाड़ी के मैं पीछे चल रहा हूँ, सामने वाला, आगे की गाड़ी वाला अगर धीरे चलाता है तो जोर से हॉर्न बजाना मेरी आदत थी। अगर वो गाड़ी रोकता है तो मैं गाड़ी से बाहर निकलता, उन पर चिल्लाता, उनसे लड़ाई करता। ये मेरी आदत थी तब तक, जब तक परमेश्वर का ये वचन मेरे दिल में प्रकाश नहीं लेकर आया।
കർത്താവിന്റെ സന്നിധി കണ്ണുനീരോടെ രാത്രിയുടെ എത്രയോ യാമങ്ങളിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്. എന്തിനെന്നറിയാമോ? വ്യഭിചാരം ചെയ്യാതിരിക്കാനുള്ള കൃപ തരണമെന്ന് പറഞ്ഞല്ല, മോഷ്ടിക്കാതിരിക്കാനുള്ള കൃപ തരണമെന്ന് പറഞ്ഞല്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാനുള്ള കൃപ തരണമെന്ന് പറഞ്ഞല്ല. ഞാൻ കണ്ണുനീരൊഴുക്കിയിട്ടുള്ളതെല്ലാം ഒരു കാലഘട്ടത്തിൽ കോപത്തിൽ നിന്ന് കർത്താവേ എന്നെ വിടുവിക്കണമേ എന്നുള്ള വിഷയത്തിലാണ്. कितनी ही रातों को रो रो कर मैंने प्रभु के सामने गुजारा है, इसलिए नहीं कि प्रभु मुझे व्यभिचार से बचने का अनुग्रह दे, इसलिए नहीं कि प्रभु मुझे चोरी करने से बचने का अनुग्रह दे, इसलिए नहीं कि दूसरों को सताने से बचने का अनुग्रह मुझे दे, नहीं नहीं, सिर्फ इसलिए मैंने प्रभु के सामने कई रात आंसू बहाए रोया कि प्रभु मुझे इस गुस्से से बचने का एक अनुग्रह दे। സഹോദരങ്ങളെ, നമ്മൾ ജനിക്കുന്നത് തന്നെ പാപത്തിലാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മൾ ആദമിന്റെ സന്തതികളായതുകൊണ്ട് നാം ജനിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ തന്നെ നമ്മൾ പാപത്തിലാണ്. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, ഞാൻ പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചുവെന്ന് വചനം പറയുന്നു. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ മുതൽ തന്നെ നമ്മൾ പാപികളായി ജനിക്കുമ്പോൾ അതിന്റെ അർത്ഥം ആ പാപത്തിനകത്ത് ഈ കോപമുണ്ട്, ഈ മോഹമുണ്ട്, ഈ ലോകത്തിൽ പറയുന്ന എല്ലാ ദുഷ്ടതകളും ആ വ്യക്തിത്വത്തിലുണ്ട്. भाइयों, हमारा जन्म ही पाप में होता है। वचन ये कहता है कि हम आदम की संतान है, तो वहीं से पाप हमारी जिंदगी में है। भजनकार ये कहता है कि मेरी माँ ने पाप में मुझे जन्म दिया, माँ की गर्भ से ही, जब हम माँ की कोख में आते हैं तभी से ये पाप हमारी जिंदगी में है। और उस पाप में ये क्रोध भी है, लोभ भी है, मोह भी है, इस दुनिया के हर तरह की बुराइयां, इस दुनिया का हर तरह का पाप उसके अंदर है। जब तक हम मसीह में नहीं आते, ये सारी की सारी चीजें हमारे अंदर रहती हैं। നമ്മളെല്ലാവരും പറയും കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് നിഷ്കളങ്കരായവരാണ്, അവരുടെ ഉള്ളിൽ പാപമില്ല, അവരെത്ര നിഷ്കളങ്കരാണെന്നല്ലേ നമ്മളെല്ലാവരും പറയാറുള്ളത്. हम सब लोग क्या ये नहीं कहता कि बच्चे निर्दोष होते हैं, निष्कलंक होते हैं, उनके अंदर कोई पाप नहीं होता? ജനിച്ച കുഞ്ഞ് ഒരു 6 മാസം 7 മാസം കഴിയുമ്പോൾ ആ കുഞ്ഞിനെ സ്കൂളിൽ പോലും വിട്ടിട്ടില്ല, മറ്റു കുഞ്ഞുങ്ങളുമായി സഹകരിച്ചിട്ടില്ല. 7 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന് കോപം വരുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? जन्म के बाद 6 महीने 7 महीने का एक बच्चा, वो कभी स्कूल में अभी तक नहीं गया है, दूसरे बच्चों के साथ में मिला जुला नहीं है, पर क्या उस 7 महीने के बच्चे को आपने कभी गुस्सा करते देखा है? അമ്മ എടുക്കുന്നതിന് പകരം മറ്റൊരാൾ ആ കുഞ്ഞിനെ ഒന്ന് എടുത്തു നോക്കിയ കുഞ്ഞിന്റെ ദേഷ്യം നിങ്ങൾ കാണുന്നുണ്ടോ? माँ की जगह अगर कोई उसको उठा ले तो आपको उस बच्चे का गुस्सा नजर आता है? ആ കുഞ്ഞിന്റെ കയ്യിലിരിക്കുന്ന ഒരു കളിപ്പാട്ടം നിങ്ങളൊന്ന് പിടിച്ചു വാങ്ങിക്കാൻ നോക്കിയേ, കുഞ്ഞ് കരയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? उस बच्चे के हाथ में पकड़ा हुआ खिलौना आप एक बार लेने की कोशिश करो, उसके बाद आपने उस बच्चे को रोते देखा है? ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു കുഞ്ഞിന്റെ ബർത്ത്ഡേ നടക്കുകയാണെങ്കിൽ കടന്നു ചെല്ലുന്നവരൊക്കെ കുഞ്ഞിന് ഓരോരോ കളിപ്പാട്ടങ്ങൾ കൊണ്ടു കൊടുക്കും, ശരിയല്ലേ? അപ്പൊ ആദ്യത്തെ കളിപ്പാട്ടം കിട്ടുമ്പോൾ അത് പിടിച്ചോണ്ടിരിക്കും. രണ്ടാമത്തെ ആൾ ഒരു കളിപ്പാട്ടം കൊണ്ടുവരുമ്പോൾ ആ കൊണ്ടുവന്നത് വാങ്ങിച്ചിട്ട് ആദ്യത്തെ താഴെ കളയും. മൂന്നാമത്തെ ആൾ കൊണ്ടുവരുമ്പോൾ ആ മൂന്നാമത്തെ കളിപ്പാട്ടം വാങ്ങിച്ചിട്ട് കയ്യിലിരിക്കുന്നത് താഴെ കളയും. അതല്ലേ കുഞ്ഞുങ്ങളുടെ സ്വഭാവം? बच्चे का किसी का जन्मदिन है तो आने वाले उसको जन्मदिन पर गिफ्ट देते हैं, उपहार देते हैं, तो बच्चा क्या करता है, पहले नहीं उसको गिफ्ट दिया लाकर, वो पहले वाला गिफ्ट अपने हाथ में ले लेता है। दूसरा बंदा आता है तो क्या करता है, दूसरे वाले से दूसरा गिफ्ट लिया, पहले वाला नीचे फेंक दिया, तीसरा आया दूसरा फेंक दिया, तीसरे वाले का लेके हाथ में पकड़ लिया। क्या बच्चे ऐसा ही नहीं करते? വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ, വലിയൊരു സത്യമാണ് ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയാൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 50 പേര് ആ കുഞ്ഞിന്റെ അടുത്ത് 50 ഗസ്റ്റുകൾ ആ വീട്ടിൽ വന്നെന്ന് വെച്ചോ, 50 പേരും കളിപ്പാട്ടം കൊണ്ടുവന്നെന്ന് വെച്ചോ, ഏറ്റവും ഒടുവിൽ കുഞ്ഞിനെ നോക്കുമ്പോൾ 50 കളിപ്പാട്ടങ്ങൾ കയ്യിലിരിക്കത്തില്ല, കയ്യിലിരിക്കുന്നത് 1 or 2 കളിപ്പാട്ടമായിരിക്കും. ബാക്കി മുഴുവനും ആ കുഞ്ഞ് താഴെ ആ മുറിക്കകത്തിട്ടിട്ടുണ്ട്. बड़े ध्यान से सुनिएगा, एक बहुत बड़ी गहराई का एक सत्य मैं आपको बता रहा हूं। मान लो उस घर के अंदर 50 मेहमान आते हैं, 50 के 50 लोग वो 50 गिफ्ट लेकर आते हैं, उपहार लेकर आते हैं, और वो बच्चे के हाथ में जब देते हैं तो बच्चे के 50 लोगों ने उसको उपहार दिया, सारे के सारे नीचे पड़े नजर आएंगे। अंत में उसके हाथ में सिर्फ 1 या 2 गिफ्ट नजर आते हैं। അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ബാക്കി 48 കളിപ്പാട്ടങ്ങൾ താഴെ കിടക്കുന്നത് കുഞ്ഞിന് ആവശ്യമില്ല, ഈ കയ്യിലിരിക്കുന്നത് മാത്രമേ അതിന് ആവശ്യമുള്ളൂ എന്നുള്ളതാണ് സത്യം. इसका मतलब क्या? इसका मतलब ये है कि 48 खिलौने या फिर गिफ्ट जो नीचे पड़े हैं उसकी बच्चे को जरूरत नहीं है, बच्चे को सिर्फ उस 1 या 2 खिलौने की या गिफ्ट की जरूरत है जो उसके हाथ में है। നിങ്ങളൊരു കാര്യം ചെയ്തേ, ആ മുറിക്കകത്തേക്ക് വേറെ ഈ കുഞ്ഞിന്റെ പ്രായമുള്ള വേറൊരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ഈ കുഞ്ഞ് വേണ്ടാന്നും പറഞ്ഞ് കളഞ്ഞ ആ താഴെ കിടക്കുന്ന ഒരു കളിപ്പാട്ടം എടുത്ത് ഈ കൊണ്ടുവന്ന കുഞ്ഞിന്റെ കയ്യിലോട്ടൊന്ന് വെച്ച് നോക്കിയേ. അപ്പൊ നമുക്ക് കാണാൻ പറ്റും മൂന്നാമത്തെ ലോകമഹായുദ്ധം അവിടെ പൊട്ടിപ്പുറപ്പെടുന്നത്.
पर आप एक काम करके देखना, इस बच्चे ने जो जो गिफ्ट या खिलौने नहीं चाहिए ये कहकर जो नीचे फेंक दिए हैं, उस कमरे के अंदर आप दूसरे एक बच्चे को लाओ, उस बच्चे को इन गिरे हुए खिलौनों में से कोई एक उठाकर उसके हाथ में देकर देखो, तब आपको पता चलेगा कैसे वहां तीसरा महायुद्ध शुरू हो जाता है। നിങ്ങൾക്ക് മനസ്സിലായോ സഹോദരങ്ങളെ? ആ കുഞ്ഞിന്റെ ഉള്ളിൽ കോപമുണ്ട്, ആ കുഞ്ഞിന്റെ ഉള്ളിൽ റിസെന്റ്മെന്റ് ഉണ്ട്, ആ കുഞ്ഞിന്റെ ഉള്ളിൽ അഗ്രഷൻ ഉണ്ട്. അത് ആ ചെറിയ നിലയിലാകുന്നതേ ഉള്ളൂ. കുഞ്ഞു വളരും തോറും ആ സ്വഭാവം ആ കുഞ്ഞിൽ വളർന്നുകൊണ്ടേയിരിക്കുന്നു. भाइयों, क्या आपको समझ में आ रहा है कि उस बच्चे के अंदर गुस्सा है, क्रोध है, आक्रामकता है? फर्क सिर्फ इतना है कि वो अभी छोटे स्तर पर है, जैसे जैसे बच्चा बड़ा होगा उसकी तीव्रता भी बढ़ती जाएगी। കുഞ്ഞുങ്ങൾ ആരും നിഷ്കളങ്കരാണെന്ന് നിങ്ങൾ പറയരുത്. ഈ നിഷ്കളങ്കനായ കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് നമ്മൾ കണ്ണാടിയും വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ നിഷ്കളങ്കൻ കൈനൂത്തൊരു അടി അടിച്ചു കഴിഞ്ഞാൽ ഈ കണ്ണാടിയുടെ ഗ്ലാസ് നമ്മുടെ കണ്ണിനകത്ത് കയറും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. कभी भी ये मत बोलिएगा कि बच्चे निष्कलंक होते हैं, निर्दोष होते हैं। अगर वो निर्दोष बच्चा, उसको आपने अपनी गोद में उठा रखा है और चश्मा पहन रखा है, तो वो निर्दोष बच्चा अगर हाथ घुमाकर एक मारे तो ये चश्मे का शीशा हमारी आंख के अंदर घुस जाए। ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ കുഞ്ഞിന് ദേഷ്യം വരുന്ന സമയത്ത് അതിന്റെ കയ്യിൽ ഒരു കത്തിയാണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ ഉള്ളിലെ ആ ദേഷ്യം ഇങ്ങനെയാണ്. ആ കത്തി കൊണ്ട് നമ്മളെ വെട്ടുന്ന ദേഷ്യമാണ് ആ കുഞ്ഞിന്റെ ദേഷ്യം. अगर उसको जब गुस्सा आता उस समय अगर एक चाकू उसके हाथ में है तो उसका गुस्सा ऐसा होगा जैसे कि उस चाकू से वो हमें काट डाले। അത് തന്നെയല്ലേ സഹോദര? 10, 25, 30 വർഷം കഴിയുമ്പോൾ ആ കുഞ്ഞ് വളർന്നു കഴിയുമ്പോൾ അതിന് ദേഷ്യം വരുമ്പോൾ ഈ കത്ത് കൊണ്ടുള്ള പ്രയോഗം, തോക്ക് കൊണ്ടുള്ള പ്രയോഗം, കൈയുടെ മുഷ്ടി കൊണ്ടുള്ള പ്രയോഗം അത് ചെയ്യുന്നത്. तो भाइयों 10 साल 20 साल 30 साल बीतने के बाद क्या वो यही काम नहीं करता है जो चाकू या फिर पिस्तौल या फिर जो मुट्ठी के साथ में जो वो इस्तेमाल करता है? അത് ലോകത്തിൽ നിന്ന് പഠിച്ചതല്ല. പിന്നെയോ ജനിക്കുന്നതിന് മുമ്പേ, അത് ജനിച്ച സമയത്ത് തന്നെ അതിന്റെ ഉള്ളിലുണ്ട് അതിന്റെ വ്യക്തിത്വത്തിലെ ഭാവമായിരുന്നു. അത് വളർന്നു 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 വളർന്ന് അത് അത് അതിഭയങ്കരമായ ഒരു ആപത്തിലേക്ക്, വിപത്തിലേക്ക് ആ വ്യക്തിയെ എത്തിച്ചു എന്നുള്ളതാണ് അതിന്റെ തെളിവ്. ये सब उसने दुनिया से नहीं सीखा, पर जन्म के साथ ही ये सब उसके अंदर था। बस दुनिया में जैसे जैसे वो बढ़ता गया उसकी ये सारे जो चीजें हैं वो उसके साथ साथ बढ़ती गई। മാറ്റം സംഭവിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു 2 കൊരിന്ത്യർ 5:17, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതുതാക്കപ്പെട്ടിരിക്കുന്നു. अगर बदलाव आना है तो 2 कुरिन्थियों 5:17 कहता है पुरानी बातें बीत गई है, देखो सब कुछ नया हो गया। अब जो मसीह में है उसके लिए सब कुछ नया हो गया है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സപ്രഷൻ ഈസ് നോട്ട് വിക്ടറി. കോപത്തെ അടിച്ചമർത്തി വെക്കുന്നത് കോപത്തിന്റെ മേലുള്ള ജയമല്ല. मुझे सुनने वाले मेरे भाइयों, ये गुस्से को दबाना, उस पर जीतना या जय पाना नहीं है। നിങ്ങൾ കണ്ടിട്ടുണ്ടോ സർക്കസ് കൂടാരങ്ങളിലൊക്കെ സിംഹത്തെയും കടുവയും പുലിയെയും ആനയും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? आपने सर्कस के अंदर कटघरे में आपने क्या कभी शेर को, भालू को, हाथी को इनको देखा है? സർക്കസ് ഗ്യാലറിയിൽ ഇരിക്കുന്ന നമ്മള് അവിടുത്തെ സിംഹത്തെയും കടുവയെയും പുലിയെയും ഒക്കെ കണ്ടിട്ട് പറയും, എത്ര നിഷ്കളങ്കരായ സിംഹമാണ്, എത്ര നിഷ്കളങ്കനായ പുലിയാണ്, എത്ര നിഷ്കളങ്കനായ കടുവയാണ്. നമ്മൾ പറയാറുണ്ടോ അങ്ങനെ? उस सर्कस के कटघरे में जब ये शेर है, ये जो तेंदुआ है, चीता है, ये जब है और हम गैलरी में बैठकर जब सर्कस देख रहे हैं, तो क्या हम में से कोई भी ये कहता है कि देखो कितना सीधा साधा शेर है, कितना सीधा साधा चीता है, या ये कितना सीधा साधा जानवर है? റോഡിലൂടെ ഒരു ആനയെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടോ 5 അടി 3 ഇഞ്ച് പൊക്കമുള്ള ഒരു ആനപ്പാപ്പാൻ ഇത്ര വലിയ ഒരു ആനയെ നടത്തിക്കൊണ്ട് പോകുന്നത് കാണുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഈ ആന എത്ര പാവമാണ്? सड़क पर एक हाथी हाथी जा रहा है और महावत 5 फुट 3 इंच का महावत उसको चलाकर लेकर जा रहा है, तो क्या हम ये नहीं कहते कि देखो ये हाथी कितना सीधा साधा है, आराम से जा रहा है? നിങ്ങൾ പേപ്പറിലൊക്കെ വായിക്കാറില്ലേ, പലപ്പോഴും ചില സർക്കസ് കൂടാരങ്ങളില് ഈ പുലിക്കും കടുവായ്ക്കും ഭ്രാന്തിളകിയിട്ട് അതിന്റെ ട്രെയിനറിന്റെ തല കടിച്ചു പറിച്ചെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ ആനയ്ക്ക് മതമിളകി ആനപ്പാപ്പനെ ചവിട്ടിക്കൊന്നെന്ന് കേട്ടിട്ടില്ലേ? ചുറ്റുപാടുമുള്ളവരെ ഉപദ്രവിച്ചെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? क्या आपने अखबारों में और कभी टीवी पर ये खबर पढ़ी या सुनी नहीं है कि जब सर्कस के ये जानवर ये पगला जाते हैं, पागल हो जाते हैं, तो ये अपने ही सिखाने वाले ट्रेनर की खोपड़ी को फाड़ देते हैं, या फिर जब हाथी पागल हो जाता है तो अपने महावत को कुचल देता है, आसपास के लोगों को, चीजों को नुकसान पहुंचाता है।
ഇതെന്താ ഇങ്ങനെ പറ്റിയത്? നിഷ്കളങ്കൻ എന്ന് പറഞ്ഞിരിക്കുന്ന കടുവ അല്ലെങ്കിൽ നിഷ്കളങ്കൻ എന്ന് പറഞ്ഞ സിംഹം അല്ലെങ്കിൽ ആന പെട്ടെന്ന് എങ്ങനെയാണ് ഇങ്ങനെ ആയിത്തീരുന്നതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകും. कई बार हम ये सोच बैठते हैं कि सीधा साधा जो जानवर था, ये जो शेर था या चीता था या हाथी था, सीधा साधा था, एकदम से इतना हिंसक आक्रामक कैसे हो गया? നിങ്ങൾക്കറിയാമോ, സിംഹത്തിനൊരു നേച്ചറുണ്ട്, കടുവയ്ക്ക് ഒരു നേച്ചറുണ്ട്, ആനയ്ക്ക് ഒരു നേച്ചറുണ്ട്. അത് കോപിക്കുന്ന നേച്ചറാണ്, അത് അഗ്രഷനാണ്. പക്ഷെ ട്രെയിനിങ്ങിലൂടെ അതിന്റെ കോപത്തെ അതിന്റെ അകത്തേക്ക് സപ്രസ് ചെയ്ത് വെക്കുകയാണ് സർക്കസ് കൂടാരങ്ങളിലും ആനയെ മെരുക്കുന്ന അങ്ങനത്തെ ശാലകളിലൊക്കെ സംഭവിക്കുന്നത്. हाथी हो या शेर हो या चीता हो, उनका एक स्वभाव होता है, और वो स्वभाव है गुस्सा, आक्रामकता, हिंसक होना। लेकिन जब सर्कस की उस कटघरे के अंदर इनको पाला जाता है, तो इनको सिखाने वाला व्यक्ति प्रशिक्षण के द्वारा इनके गुस्से को, इनकी हिंसा को, इनकी आक्रामकता को इनके अंदर दबाता है, दबा दबा कर इनको उस गुस्से से दबाने के लिए दबा दबा कर उनको ऐसा दिखाता है, तैयार करता है कि वो सीधे साधे लगते हैं। ചില സന്ദർഭങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അതിന്റെ യഥാർത്ഥ സ്വഭാവം, the same nature will be exposed. पर कुछ मामलों में क्या होता है, उस समय उसका असली जो अंदर स्वभाव है, वो असलियत बाहर प्रकट हो जाती है। അങ്ങനെയാണെങ്കിൽ ഒരു സിംഹം നിഷ്കളങ്കനാകണമെങ്കിൽ, ഒരു ആന യഥാർത്ഥത്തിൽ നിഷ്കളങ്കനാകണമെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? അതിന്റെ സ്വഭാവം മാറണം, അകത്തെ നേച്ചർ മാറണം. अगर हाथी को वास्तव में सीधा साधा बनना है, अगर एक शेर को वास्तव में सीधा साधा बनना है, तो क्या होना चाहिए? उसकी आदत वास्तव में बदलनी चाहिए, उसका स्वभाव बदलना चाहिए। നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു ആട്ടിൻകുട്ടി ആട്ടിടയന്റെ തല കടിച്ചു പറിച്ചെന്ന്? क्या आपने कभी भी अपनी जिंदगी में ये सुना है कि एक बकरी ने चरवाहे की खोपड़ी काट ली? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ആട്ടിൻകുട്ടിയുടെ നേച്ചർ വേറെ, ഒരു സിംഹത്തിന്റെ നേച്ചർ വേറെ. इसका मतलब ये है कि एक जो बकरी का बच्चा है उसका स्वभाव अलग है, शेर का स्वभाव अलग है। ഞാനൊരു കാര്യം നമ്മളോട് പറയട്ടെ സഹോദരങ്ങളെ, നമ്മളിൽ പലരും പറയാറില്ലേ, ദൈവദാസന്മാരും മറ്റുള്ളവരും പറയത്തില്ലേ, ഞാൻ കോപിച്ചിട്ടിട്ട് 5-6 മാസമായെന്ന്. मैं आपसे एक बात कहूं, परमेश्वर के जनों, परमेश्वर के लोगों, परमेश्वर के दासों और दासियों, क्या कई बार हम ये नहीं कहते कि मुझे गुस्सा किए हुए 4-5 महीने हो गए हैं? അങ്ങനെ ഒരു 6-7 മാസം കഴിയുമ്പോൾ പെട്ടെന്നൊരു സമയത്ത് നമുക്ക് കോപം വെളിപ്പെടും, നമുക്ക് ദേഷ്യം വരും, നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും, ആക്രോശിക്കും. तो ऐसे जब 6-7 महीने बीत जाते हैं, तो एकदम से हम एक दिन गुस्सा कर बैठते हैं, और उस गुस्से में हम कुछ ना कुछ बोल जाते हैं, कुछ कर जाते हैं। അപ്പൊ ഈ 6 മാസം ഈ കോപം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ സപ്രസ് ചെയ്യുകയായിരുന്നു. ദേഷ്യം വരുമ്പോഴൊക്കെ നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കുകയായിരുന്നു, നമ്മുടെ അകത്തത് വെക്കുകയായിരുന്നു. അപ്പൊ പുറത്തു പറയാത്ത വാക്കുകൾ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, പക്ഷെ അകത്ത് നമ്മൾ ആ വാക്കുകൾ പറഞ്ഞു. പുറത്ത് നമ്മൾ ശപിച്ചില്ലെന്നേ ഉള്ളൂ, പക്ഷെ അകത്ത് നമ്മൾ ശപിച്ചു. പുറത്ത് കൊന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ അകത്ത് നമ്മൾ പലതവണ കൊന്നു കഴിഞ്ഞു. അതാണ് പാപം ചെയ്യുന്നത്. तो हम ये जो पिछले 6-7 महीने तक वो गुस्सा कहाँ था? जब जब हमें गुस्सा आया, हम उसे अपने अंदर दबाते गए, खुद को काबू में करते रहे, नियंत्रण में रखते रहे। उस गुस्से को हमने बाहर प्रकट नहीं होने दिया, यानी जो बाहर बोलना था बोला नहीं, पर अंदर से हमने बोला। जो बुरा भला कहना था वो बाहर नहीं कहा, हमने अंदर से कहा। जो हत्या करनी थी वो बाहर नहीं की, पर अंदर हम कई बार हत्या कर चुके हैं। വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണമേ സഹോദരങ്ങളെ, ഞാൻ ഹ്യൂമൻ നേച്ചർ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ പഠന വിഷയവുമായിട്ട്, എന്റെ തീസിസുമായി ബന്ധപ്പെട്ട് ഞാൻ അതിനകത്ത് റിസർച്ച് ചെയ്ത് പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ വായിക്കുവാൻ ഇടയായത് ഇങ്ങനെയാണ്: കോപം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ആസിഡ്. ശ്രദ്ധിക്കണമേ, ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ആസിഡ്. ആസിഡ് ഒരാളുടെ ദേഹത്തേക്ക്, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ ദേഹത്തെ മുകളിലേക്ക് ഒഴിക്കുമ്പോൾ ആ ആസിഡ് ആ സാധനത്തിന് വരുത്തുന്ന കേടിനേക്കാൾ കൂടുതലാണ് ഈ ആസിഡ് വെച്ചിരിക്കുന്ന പാത്രത്തിന് ഈ ആസിഡ് വരുത്തുന്ന കേട്. आप ध्यान से सुनिएगा कि मैं मानवीय स्वभाव के बारे में एक सीखने वाला व्यक्ति हूँ, शोध करने वाला व्यक्ति हूँ, और मैंने ये पढ़ा है कि गुस्सा जो है वो एक तरह से तेजाब जैसा होता है। और तेजाब की खासियत ये है कि जिस चीज पर फेंका जाए या उंडेला जाए, उसको तेजाब जितना नुकसान पहुंचाता है, उससे ज्यादा ये तेजाब उस बोतल को नुकसान पहुंचाता है जिसके अंदर उसे रखा जाता है। ആസിഡ് വെച്ചിരിക്കുന്ന പാത്രം എന്ന് പറയുന്നത് അത് ഓരോ നിമിഷവും ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അകത്തുനിന്ന്.
जिस बर्तन में या जिस बोतल में तेजाब रखा गया है, वो बोतल एक एक पल गलती जा रही है, खत्म होती जा रही है। അപ്പോൾ ആസിഡ് വെക്കുന്ന പാത്രം അതിനെ റെസിസ്റ്റ് ചെയ്യത്തക്കവണ്ണമുള്ള മെറ്റീരിയൽ കൊണ്ടും അതിന്റെ ടെക്നോളജിയിലും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. तो तेजाब जिस बोतल में रखा जाता है, उस बोतल को ऐसी चीजों से बनाया जाता है कि वो उस तेजाब को अपने अंदर रख सके, वो जल्दी खराब ना हो। സഹോദര സഹോദരി, കോപം ആസിഡിനേക്കാൾ ഭയാനകമാണെങ്കിൽ നാം അകത്ത് ഈ കോപം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ ഗ്രഡ്ജ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? അത് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തും, നമ്മുടെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തും, മറ്റുള്ളവരുള്ള സ്നേഹത്തെ നഷ്ടപ്പെടുത്തും, ദൈവവുമായിട്ടുള്ള ബന്ധത്തെ നഷ്ടപ്പെടുത്തും. അത് അനുനിമിഷം നമ്മളെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. भाइयों, ये गुस्सा जो बिल्कुल तेजाब जैसा है और ये हमारे अंदर भरा हुआ है, ये गुस्सा, ये बैर, ये क्रोध जब हमारे अंदर भरा हुआ, तो ये क्या करता है? ये हमारे अंदर अंदर ही अंदर ये हमें खत्म करता जाता है, दूसरों के प्रति हमारे प्रेम को खत्म करता जाता है, वो परमेश्वर के साथ में हमारे रिश्ते को खत्म करता जाता है। കർത്താവിന്റെ വചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ഒരു സിംഹത്തെ ആടാക്കി മാറ്റുക, അല്ലെങ്കിൽ ഒരു ആനയെ ആട്ടിൻകുട്ടി മാറ്റുക എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വഭാവത്തെ മാറ്റി പുതിയൊരു സ്വഭാവം കൊടുക്കുക എന്നാണ്. ഇതാണ് ക്രിസ്തുവിൽ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ യഥാർത്ഥമായി സംഭവിക്കേണ്ടത്. നമ്മുടെ പഴയ സ്വഭാവത്തെ മാറ്റി പുതിയൊരു സ്വഭാവം കർത്താവ് നമുക്ക് തരണം. मसीह में जब एक व्यक्ति आता है, तो जैसे मैंने पहले बताया, शेर का एक बकरी बनना या फिर जो हाथी का एक बकरी बनना, यानी स्वभाव में एक बदलाव, तो जो मसीह में आता है, उस व्यक्ति की जिंदगी में बिल्कुल ऐसा एक बदलाव आना चाहिए कि उसका स्वभाव बदल जाए, उसकी आदत बदल जाए। കർത്താവിന്റെ തിരുവചനത്തിൽ പറയുന്നത് പോലെ തന്നെ കല്ലായിരിക്കുന്ന ഹൃദയത്തെ മാംസളമായ ഹൃദയമാക്കി കർത്താവ് മാറ്റുകയാണ്. And there is a transformation taking place in each and every one of us, you and me alike, when we come to Christ. प्रभु का वचन भी यही कहता है कि मांस के जो जो पत्थर का जो हृदय है, उसको बदलकर मैं मांस का हृदय दूंगा। तो जब मैं और आप हम मसीह में आते हैं, हम सबकी जिंदगी में ऐसा ही एक बदलाव आता है। കർത്താവിന്റെ വചനം പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നും നിസ്സാര എന്ന് പറയുന്നവൻ അഗ്നിനരകത്തിന് യോഗ്യനാകുമെന്നും പറയുമ്പോൾ, സഹോദര സഹോദരി, നമ്മളിൽ 99.99% കോപിക്കുന്നവരാണ്. മുമ്പേ പറഞ്ഞതുപോലെ പുറത്ത് കോപിക്കാൻ കഴിയത്തില്ലെങ്കിൽ അകത്ത് കോപിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ ഈ വചനപ്രകാരം നിത്യ നരകത്തിൽ നമ്മൾ എത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് നാം എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഈ സ്വഭാവത്തിനൊരു മാറ്റം വരുവാൻ, ഈ നേച്ചറിനൊരു മാറ്റം വരുവാൻ തക്കവണ്ണം അതിന് കഴിയുന്ന കർത്താവിന്റെ പാദപീഠത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണം. भाई और बहनों, जब वचन ये कहता है कि जो अपने भाई पर क्रोध करेगा वह कचहरी में दंड के योग्य होगा, और जो अपने भाई को निकम्मा कहेगा वह महासभा में दंड के योग्य होगा, जो अपने भाई को अरे मूर्ख कहेगा वह नरक के आग के दंड के योग्य होगा, तो हम में से 99.99% लोग गुस्सा करने वाले लोग हैं। उनके अंदर गुस्सा है, पहले जैसे बताया, शायद बाहर नहीं दिखाते होंगे, प्रकट नहीं करते होंगे, बोलते या कुछ करते नहीं होंगे, पर हम सब के अंदर गुस्सा है। तो जब हम सब इस तरह से अनंत नरक की ओर जाने वाले हैं, तो हमें करना क्या है? उसका इलाज ये है कि जो हमें हमारे स्वभाव को बदल सकता है, हमारी आदत को बदल सकता है, उसके सामने उसके चरणों में दंडवत करके गिर के हमें उसके सामने रो रो कर उससे दुआ करनी है। പലപ്പോഴും ഫാമിലി കൗൺസിലിങ്ങിന് ഞാൻ പോകുമ്പോൾ ചില കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്ന ഭാര്യയോടും ഭർത്താവിനോടും സംസാരിക്കുമ്പോൾ ഞാൻ കേൾക്കുന്ന കാര്യങ്ങളുണ്ട്. പല ഭാര്യമാർക്കും ഭയമാണ് ഭർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ, കാരണം കോപമാണ്. അതുപോലെ പല ഭർത്താക്കന്മാർക്കും ഭയമാണ് ഭാര്യമാരോട് എന്തെങ്കിലും സംസാരിക്കുവാൻ, കാരണം കോപമാണ്. വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്താണെന്ന് അറിയത്തില്ല. കാരണം ഇങ്ങനെ രണ്ടുപേരും കോപത്തിന് കീഴ്പ്പെട്ടിരിക്കുകയാണെങ്കിൽ, how can they have a fellowship together? How can they be one in Christ? How can they form a family? And how can they be an example before their children? कई बार मैं परिवारों की काउंसलिंग के लिए जब जाता हूं, पति और पत्नी की बातों को जब मैं सुनता हूं, तो मुझे पता चलता है उनकी बातों को सुनकर कि पत्नी को पति के पास जाने में डर लगता है, क्योंकि अंदर उनके गुस्सा है। पता नहीं कब एकदम से गुस्सा आ जाए, पता नहीं कब क्या बोल बैठे, पता नहीं कब क्या कर बैठे। उसी तरह से कई पतियों को पत्नी के पास जाने में डर लगता है, उनको पता नहीं कब कुछ गुस्से में क्या बोल दे, कब क्या कर दे। जब दोनों में इस तरह से गुस्सा भरा हुआ है, तो दोनों में आपस में संगति कैसे हो सकती है? दोनों मसीह में एक कैसे बन सकते हैं? दोनों किस तरह से एक आशीषित परिवार, एक मसीही परिवार, दोनों कैसे बना सकते हैं?
പല ദൈവദാസന്മാരുടെയും അടുക്കൽ നിന്ന് അവരുടെ അനുഭവങ്ങൾ കേട്ട സ്ഥിതിക്ക് പറയാമല്ലോ. എന്നോട് പല ദൈവദാസന്മാർ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് വീട്ടിനകത്ത് പ്രശ്നമുണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമുണ്ടാകും. ആ വലിയ ഭാരത്തോടെ ആയിരിക്കും ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു പോകുന്നത്. എന്നെ കേൾക്കുന്ന ദൈവദാസ, എന്നെ കേൾക്കുന്ന ദൈവദാസി, നിന്റെ ശുശ്രൂഷ കൊണ്ട്, നിങ്ങളുടെ ശുശ്രൂഷ കൊണ്ട് ഒരു വ്യക്തിക്കെങ്കിലും പ്രയോജനമുണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണം ഭാരം നിറഞ്ഞ ഹൃദയവുമായി, ഹല്ലേലൂയ, ക്ഷമിക്കപ്പെടാത്ത പാപവുമായി ദൈവസന്നിധിയിലേക്ക് കടന്നു എന്ന് ശുശ്രൂഷ അർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസനായി, ദൈവത്തിന്റെ ചാനലായി മാറുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ? कई परमेश्वर के दासों के अनुभव जो उन्होंने मेरे साथ में बांटे हैं, वो मैं जब अगर आपके सामने ये कहूं, कई परमेश्वर के दासों ने मुझसे कहा है कि सेवकाई में जब निकलने वाले होते हैं, जाने के लिए जब तैयार होते हैं, उससे आधा घंटा पहले या थोड़ी देर पहले आपस में इधर उधर कुछ कहासुनी होती है, तू मैं हो जाती है, झगड़ा हो जाता है, बात बढ़ जाती है, फिर बड़े बोझ के साथ में सेवकाई के लिए जाते हैं। तो मेरा एक सवाल है, जब आप इस बोझ के साथ में सेवकाई के लिए जा रहे हैं, जब आप क्षमा न मिले हुए पाप के साथ में आप सेवकाई के लिए जा रहे हैं, तो क्या आपको लगता है कि आपकी इस सेवकाई से दूसरों को कोई फायदा होने वाला है, उनको कोई आशीष मिलने वाली है? ഞാൻ ഇതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, എന്റെ ജീവിതത്തിന്റെ അനുഭവം കർത്താവിന്റെ സന്നിധി കണ്ണുനീരോടെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് പാപത്തിന്റെ മേൽ, ഈ കോപത്തിന്റെ മേൽ ജയമെടുപ്പാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ യാചിച്ചതിന്റെ കാരണം ഇതാണ്. ഞാൻ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും നിർജീവ പ്രവർത്തികളായി തീരാതിരിക്കാൻ തക്കവണ്ണം, എന്റെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്ന് ക്ലിയർ കോൺഷ്യസോടുകൂടി ദൈവവചനം പറയുവാൻ എനിക്ക് കഴിയണമെങ്കിൽ എന്റെ അകത്ത് ഒരു മാറ്റം സംഭവിച്ചേ പറ്റൂ. ആ മാറ്റത്തിന് ഞാൻ ദൈവത്തിന് ഒരു വില കൊടുത്തേ മതിയാകൂ. इसीलिए मैंने अपना अनुभव आपको बताया कि परमेश्वर की उपस्थिति में इस पाप से, इस गुस्से से निकलने के लिए परमेश्वर की उपस्थिति में रो रो कर मैंने दुआ की, ताकि मेरे परिवार का चैन बना रहे, मेरे परिवार की शांति बनी रहे, और मैं जब सेवकाई के लिए निकलता हूं तो शुद्ध विवेक के साथ मैं परमेश्वर की सेवकाई के लिए जा सकूं, उसकी सेवकाई कर सकूं। इसके लिए मैंने प्रभु की उपस्थिति में रो रो कर विनती की, उसके सामने गिड़गिड़ाया कि प्रभु मुझे इस गुस्से से बाहर निकाल। ഇന്നത്തെ രാത്രികാലം ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഇന്ന് മുതൽ തന്നെ ഇത് ഗൗരവത്തോടെ കാണുക. മറ്റുള്ളവരോട് കോപിക്കുന്നില്ലെന്നല്ല പറയേണ്ടത്. നീ കോപിക്കുന്നില്ലെങ്കിൽ ആ കോപം മുമ്പേ പറഞ്ഞ പോലെ അകത്ത് സപ്രസ് ചെയ്ത് വെക്കുകയാണ്. ഒരു സമയത്ത് നമ്മുടെ നിയന്ത്രണം വിട്ട് അത് പുറത്തേക്ക് ചാടും. കാരണം അത് അകത്തുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ കുറിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ. അവിടുത്തെ ഉപദ്രവിച്ചിട്ടും അവിടുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്തെഫാനോസിനെ നോക്കിക്കേ. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞിട്ടും സ്തെഫാനോസ് മുട്ടുകുത്തി സ്വർഗത്തേക്ക് നോക്കിക്കൊണ്ട് കരമുയർത്തി പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവരുടെ പാപം ഇവരോട് കണക്കിടരുതെന്ന്. കാരണം എന്താണെന്ന് അറിയാമോ? അവരുടെ ഉള്ളിൽ കോപമില്ല. കോപത്തിൽ നിന്ന് അവർ ഓവർകം ചെയ്തിരുന്നു. അതാണ് അതിന്റെ തെളിവ്. आप देखिएगा कि जब आप वचन को इसको सुन रहे हैं, तो आज इसे गंभीरता से सुनकर परमेश्वर के सामने आप गंभीरता से अपने आप को समर्पित करें। ये नहीं कहें कि आप दूसरों पर गुस्सा नहीं करते। अगर आप ये कहेंगे तो इसका मतलब ये है कि आप बाहर प्रकट नहीं करते, अंदर तो गुस्सा है पर बाहर दिखा नहीं रहे हैं। पर उसका मतलब ये नहीं कि आप जीत गए हैं। हमारे प्रभु को आप देखिए, प्रभु को जब सताया जाता है, वो उनको माफ करने के लिए दुआ करता है। स्तिफनुस की ओर आप देखिए, जब उसको पत्थरवा किया जाता है तो घुटने टिकाकर उन लोगों को माफ करने के लिए दुआ करता है। वो क्यों करते हैं ऐसा? इसलिए करते हैं क्योंकि उनके अंदर ये क्रोध नहीं था, उन्होंने इस क्रोध को जीत लिया था। पर अगर हम अपने अंदर ही अंदर दबाते जाएंगे इस क्रोध को, तो एक समय आएगा जब ये एक साथ एक दिन फट पड़ेगा, वो गुस्सा गुब्बार की तरह बाहर निकलेगा। നമ്മളൊരു കപ്പിനകത്ത്, ഒരു ഗ്ലാസിനകത്ത് ഓറഞ്ച് ജ്യൂസും കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ആരെങ്കിലും വന്ന് നമ്മുടെ കൈക്ക് പിടിച്ച് കുലുക്കുകയാണെങ്കിൽ ആ ഗ്ലാസിന്റെ അകത്തുനിന്ന് വെളിയിൽ വരുന്നത് നാരങ്ങ വെള്ളമായിരിക്കുമോ, അതോ പാലായിരിക്കുമോ, അതോ വേറെന്തെങ്കിലും ജ്യൂസ് ആയിരിക്കുമോ, അതോ ഓറഞ്ച് ജ്യൂസ് ആയിരിക്കുമോ? अगर हम एक ग्लास में संतरे का जो जूस है वो भरकर हम चल रहे हैं, कोई अगर हमारे हाथ पर आकर अगर हाथ से टकरा जाता है, तो उस ग्लास के अंदर से क्या दूध बहेगा, गिरेगा नीचे, या नींबू का पानी गिरेगा, या कोई और जूस गिरेगा, या फिर संतरे का जूस गिरेगा? നമുക്കറിയാം ഓറഞ്ചിന്റെ ജ്യൂസ് മാത്രമേ തെറിച്ച് വീഴത്തുള്ളൂ. അത് ഒരു തുള്ളി വീണാലും ഓറഞ്ച് ജ്യൂസ് ആയിരിക്കും. പകുതി മൊത്തം വീണെന്ന് പറഞ്ഞാലും അത് ഓറഞ്ച് ജ്യൂസ് ആയിരിക്കും. കാരണം എന്നാന്ന് പറഞ്ഞാൽ അതിനകത്തിരുന്നത് ഓറഞ്ച് ജ്യൂസാണ്. हमें पता है कि उसमें से संतरे का जूस ही गिरेगा, चाहे वो एक बूंद गिरे, या चाहे आधा ग्लास गिर जाए, या फिर पूरे का पूरा ग्लास पलट जाए, उसमें से संतरे का जूस ही गिरेगा, क्योंकि उसके अंदर भरा हुआ ही संतरे का जूस था।
നമ്മൾ ചിലരോട് ചോദിക്കും, എന്തിനാ സഹോദര അത്രയും ദേഷ്യപ്പെട്ടത്, എന്തിനാ ദൈവദാസി അത്രയും ദേഷ്യപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ പറയും, അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം എന്നെ ഷെയ്ക്ക് ചെയ്തു, എന്നെ പ്രൊവോക്ക് ചെയ്തതുകൊണ്ടാണ് എനിക്കത് പറയേണ്ടതായിട്ട് വന്നത്. അത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവർ പ്രൊവോക്ക് ചെയ്തപ്പോൾ യു കം ടു നോ വാട്ട് യു വെയർ തിങ്കിങ് അബൌട്ട് യു വെയർ നോട്ട് യുവർ സെൽഫ്. അവർ പ്രൊവോക്ക് ചെയ്തപ്പോഴാണ് നിനക്ക് മനസ്സിലായത് ഇത്രയും നാൾ നീ നിന്നെ കുറിച്ച് കരുതിയതുപോലെ അല്ല, നീ അകത്ത് നിനക്ക് മാനസാന്തരം വന്നിട്ടില്ലായിരുന്നു. कई बार हम पूछते हैं कि भाई आपने इतना गुस्सा क्यों किया, परमेश्वर की दास, परमेश्वर की दासी, इतना गुस्सा आप क्यों हो गए? तो वो लोग जवाब देते हैं कि नहीं, उन्होंने मुझे भड़का दिया, मैं सहन नहीं कर पाया, मेरे सहने के बाहर हो गया, उन्होंने इतना भड़काया, इसलिए मैं एकदम से भड़क उठा। तो इसका मतलब ये है कि जब उन्होंने भड़काया, उन्होंने जब छेड़ा, तब आपको पता चला कि इतने समय तक आप खुद को जो मानते आ रहे थे, असल में आप वो नहीं है, पर असल में आप वो है जो आपके अंदर से निकला अभी। ദൈവം നമുക്ക് തന്ന അവസരങ്ങളാണ് പലരും നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്നത്. when someone tries to rob us on crab or press us on the wrong side, that means rub on the wrong side, that means God is giving us opportunity to find out who really we are. നമ്മൾ ആരാണെന്ന് യഥാർത്ഥത്തിൽ അറിയുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കുന്ന അവസരങ്ങളാണ് someone is rubbing on the wrong side of us. ये हमारी जिंदगी में परमेश्वर द्वारा दिए जाने वाले मौके हैं। जब भी कोई हमें गुस्सा दिलाता है, हमें भड़काता है, हमें छेड़ता है, छींटाकशी करता है, तो वो असल में परमेश्वर द्वारा दिए जाने वाले मौके हैं, ताकि हम समझ सकें कि असलियत में हम हैं कौन। സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ രാത്രി നമ്മൾ കേട്ടത്. भाइयों बहनों, हमने आज जो विषय सुना है वो बहुत ही महत्वपूर्ण विषय है। ഡോക്ടറെ അടുത്ത് കടന്നു ചെല്ലുമ്പോൾ അകത്തിരിക്കുന്ന ഒരു രോഗത്തെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയാനകമായ രോഗമാണെങ്കിൽ ഒരു നിമിഷം പോലും വൈകാതെ നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടി ഉള്ള പൈസയെല്ലാം കൂടെ എടുത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരോട് കടം വാങ്ങിച്ച് എത്ര ദൂരെയാണെങ്കിലും ഫ്ലൈറ്റ് കയറിയാലും വണ്ടി കയറിയാലും നമ്മൾ പോകും. കാരണം നമ്മൾ മരിക്കാൻ പോകുന്നു എന്നുള്ള ഭയമാണ്. അതിനേക്കാൾ ഭീകരമായ ഭയമാണ് നിത്യ നരകത്തിൽ ഈ കോപം മൂലം നമ്മൾ എത്തുമെന്നുള്ള ഭയം. जब हम डॉक्टर के पास में जाते हैं, डॉक्टर अंदर किसी बीमारी के बारे में हमें बताता है और ये बताता है कि बीमारी इतनी भयानक है, तो हम एक पल की भी देरी किए बिना उसके इलाज के लिए कोशिश करते हैं, चाहे किसी से भी पैसा क्यों ना उधार लेना पड़े, कितनी भी भागदौड़ क्यों ना करनी पड़े, चाहे कितना भी दूर हमें जाना पड़े, गाड़ी पकड़ के, बस पकड़ के या विमान पकड़ के भी क्यों ना जाना पड़े, तो भी हम जाते हैं। क्यों? क्योंकि मौत का एक डर हमारे अंदर होता है। उससे भी बड़ा डर है अनंत नरक की ओर ले जाने वाला ये गुस्सा, उसका डर। അതുകൊണ്ട് ഇന്നത്തെ രാത്രി ഞാൻ എൻ്റെ വചനം 2-3 മിനിറ്റ് കൊണ്ട് നിർത്തുകയാണ്. കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന വിശ്വസ്തയോടെ നമ്മുടെ സാഹചര്യങ്ങളെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ അവസ്ഥയെ ദൈവസന്നിധിയിലേക്ക് കൊടുത്ത് ഒരു പുതിയ ഹൃദയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. तो आज दिल की गहराई से हम प्रभु की उपस्थिति में अपने आप को समर्पित करें और परमेश्वर के सामने अपनी परिस्थितियों को, अपने स्वभाव को, अपनी आदतों को, अपनी असलियत को परमेश्वर के सामने मानते हुए हम अपने आप को उसके सामने समर्पित करें। ചില വ്യക്തികൾ ചോദിച്ചേക്കാം, ദൈവവചനത്തിൽ യേശു കർത്താവ് കോപിച്ചതായിട്ട് പറയുന്നുണ്ട്, വചനത്തിൽ ദൈവം കോപിക്കുന്നതായിട്ട് പറയുന്നുണ്ട്, അത് കോപമല്ലേ എന്ന് ചിലർ ചോദിച്ചേക്കാം. लोग शायद ये सवाल पूछेंगे कि वचन में लिखा है प्रभु यीशु ने क्रोध किया, वचन में लिखा है परमेश्वर क्रोध करता है, तो क्या वो क्रोध नहीं है, वो गुस्सा नहीं है? രണ്ട് തരത്തിലുള്ള കോപങ്ങളുണ്ട്. ഒന്ന് റൈച്ചസ് ആങ്കർ, മറ്റേത് അൺറൈച്ചസ് ആങ്കർ. ഒന്ന് നീതിയുള്ള കോപം, രണ്ട് അനീതിയുള്ള കോപം. दो तरह का गुस्सा होता है, क्रोध होता है। एक तो है धार्मिक क्रोध, एक है अधर्मी गुस्सा। ദൈവവചനം മുഴുവനും പരിശോധിക്കുമ്പോൾ 457 പ്രാവശ്യം 457 ടൈംസ് കോപത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് 375 പ്രാവശ്യം ദൈവം കോപിച്ചതായിട്ടാണ് പറയുന്നത്. परमेश्वर के वचन को जब हम देखते हैं 457 बार गुस्से के बारे में बताया गया है और उस 457 में से 375 बार परमेश्वर के गुस्से के बारे में लिखा है। കർത്താവ് നമുക്ക് സമയം തരുന്നെങ്കിൽ, കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടെ പഠിച്ചിട്ട് താഴേക്ക് വചനങ്ങളിലേക്ക് കടന്നു പോകാമെന്ന് ആഗ്രഹിക്കുന്നു. अगर परमेश्वर हमें समय देता है तो अगले हफ्ते में इसके बारे में थोड़ा सा और सीखकर फिर हम आगे के वचनों की ओर बढ़ेंगे। പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ പരിശുദ്ധ വചനം അങ്ങയുടെ ജനത്തോട് അടിയങ്ങൾക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ്റെ കോണം കർത്താവ് കൃപ തന്നതിനായിട്ട് സ്തോത്രം. മനോഹരമായി
ഈ വചനം ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഹിന്ദിയിൽ പ്രിയ സഹോദരങ്ങൾക്ക് മനസ്സിലാകത്തക്കവണ്ണം വളരെ ആഴമേറിയ വണ്ണം എക്സാക്ട്ലി ഓർ പ്രോബബ്ലി മച്ച് ബെറ്റർ ദാൻ വാട്ട് ഐ സ്പോക്ക് അങ്ങയുടെ ദാസൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ സ്വർഗം പകർന്ന കൃപയ്ക്കായി സ്തോത്രം അനുഗ്രഹിച്ചടിയാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ദാസന് കൊടുത്തിരിക്കുന്ന ഈ ഡിവൈൻ ഗിഫ്റ്റിനെ കർത്താവ് സൂക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാസന്റെ ശുശ്രൂഷകൾ, കുടുംബം, കർത്താവെ ഏൽപ്പിച്ചിരിക്കുന്ന ജനം എല്ലാം അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് മാനിച്ചാട്ട് അനുഗ്രഹിച്ചാട്ട് ഇന്ന് കൂടിയിരിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ തിരുവചനത്തിന്റെ ആഴങ്ങളെ ഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്ത് തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജനത്തെ അത് പഠിപ്പിക്കുവാനുള്ള കൃപ കൊടുക്കണമേ. അപ്പൊ ഈ നാളുകളിൽ അധികം ആളുകൾ കടന്നു വന്ന് ഈ വചനം കേൾക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയങ്ങളോടും കർത്താവ് ഇടപെട്ട് മറ്റുള്ളവരെ കൂട്ടിവരുത്തുവാനുള്ള പ്രേരണ കർത്താവ് കൊടുക്കണമേ. അങ്ങയ്ക്ക് വേണ്ടി ഒരു ജനം ഒരുങ്ങുവാൻ തക്കവണ്ണം ഈ അന്ത്യകാലത്ത് കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു. आइए हम एक और बार प्रार्थना करेंगे। पिता, हम आपका धन्यवाद करते हैं इस अच्छे समय के लिए। प्रभु आपकी उपस्थिति के लिए हम आपका धन्यवाद करते हैं। प्रभु जी, आपके सामर्थी वचनों के लिए धन्यवाद। प्रभु आपका वचन प्रभु जो दो-धारी तलवार है प्रभु, वो मांस को, गुदे को अलग अलग करता है प्रभु। वो आर पार छेदने वाला वचन प्रभु, वो आज हमारे दिलों को छेदता है प्रभु। इसके लिए हम आपका धन्यवाद करते हैं प्रभु जी। प्रभु आपका वचन जो हमें छेद रहा है प्रभु, उसके अनुसार हमारी जिंदगी में एक बदलाव लाने के लिए हम समर्पित करते हैं प्रभु। ये वचन जो सामर्थ्य वचन हमारे बीच में आया प्रभु, जिसको बहुत बार हम अनदेखा कर देते हैं, नजरअंदाज कर देते हैं, बोलते हैं कि नहीं ये कुछ नहीं है प्रभु, लेकिन आपका वचन है, आपके मुंह से, जैसे आपके दास ने कहा, आपके मुंह से निकला हुआ वचन प्रभु। और आप बेकार में कुछ नहीं कहते हैं प्रभु, आप जो कहते हैं वो गंभीर होता है। हम दुआ करते हैं परमेश्वर, आज जितनों ने भी आपके इस वचन को सुना है प्रभु, हम में से हर एक प्रभु जी इस वचन की गंभीरता को समझकर अपने आप को आपके सामने समर्पित करने पाए प्रभु। हमारे दिलों को तोड़ प्रभु जी, हमारे अहंकार को तोड़ प्रभु, हमारे घमंड को तोड़ प्रभु, हमें नम्र बना प्रभु, हमारे अंदर के क्रोध को निकाल प्रभु जी। हम गुस्से को दबाने वाले नहीं प्रभु, अंदर ही अंदर भरने वाले नहीं प्रभु जी, हम अपने गुस्से पर जीतने वाले बनने पाए। हमारे स्वभाव को बदल, हमारी आदतों को बदल प्रभु। परमेश्वर आपका ये वचन हम में से हर एक की जिंदगी में काम करने पाए प्रभु। उसके द्वारा परमेश्वर आपका वचन बढ़े, हमारे परिवारों में आशीष, कलीसिया में आशीष, उसके द्वारा हमारे समाज में, समुदाय में एक आशीष आने पाए। आपके दास के लिए हम आपका धन्यवाद करते हैं प्रभु। आपने जो ये बड़ा प्रकाशन उनको दिया प्रभु, आपने जो सिखाने का एक बड़ा वरदान अपने दास को दिया है प्रभु, हम आपका धन्यवाद करते हैं, जो हम सबके लिए उपयोगी बन रहा है प्रभु। जितने आज जुड़े हैं सिर्फ उनके लिए नहीं, आने वाले दिनों में जितने भी लोग इस वचन को सुनने वाले हैं प्रभु, ऑनलाइन परमेश्वर जितने भी लोग सुनते हैं, उन सबकी जिंदगी में एक बड़ा बदलाव आने पाए प्रभु जी। और परमेश्वर हम सबको प्रभु अनंत जीवन के लिए तैयार कर, जो जगह आप हमारे लिए तैयार करने गए हैं प्रभु, हम वहां पहुंचने से चूक न जाए प्रभु, हम पीछे न छूट जाए प्रभु, हम उस जगह पर पहुंचने पाए जिसके लिए आपने इतनी मार सही, जिसके लिए आपने अपना आखिरी बूंद लहू तक बहाया प्रभु, जिसके लिए आपने इतनी पीड़ा झेली प्रभु जी, मौत को गले लगाया प्रभु जी। परमेश्वर वो जगह परमेश्वर, उससे हम वंचित न रह जाएं प्रभु। धन्यवाद करते हैं प्रभु आपके बलिदान के लिए, और हम दुआ करते हैं परमेश्वर आप हमारी जिंदगी में काम करें, आपका ये वचन हमारी जिंदगी में काम करने पाए, आपका आत्मा हम सबकी जिंदगी में काम करने पाए। धन्यवाद करते हैं इस अच्छे मौके के लिए प्रभु जी, जो इस जीवितों की जमीन पर आपने हमें एक और बार दिया। हम आपका धन्यवाद करते आए हुए आपके सारे दासों को, दासियों को, आपके बच्चों को, विश्वासी जनों को, सबको हम आपके हाथों में समर्पित करते हैं। बहुत आयत से आशीष दे, और आने वाले दिनों में इस वचन के अनुसार जीने के लिए हर एक की मदद कर सहायता। सारा आदर, सारी महिमा हम आपको देते हैं, प्रभु यीशु मसीह के नाम से मांगते हैं, आमेन। अब पिता परमेश्वर का प्रेम, पुत्र यीशु मसीह का अनुग्रह और पवित्र आत्मा की संगति